ഓക്കെ, നമ്മളിന്ന് UIXന്റെ വെബിനാറാണ് എടുക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് UIXന്റെ വെബിനാറിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ഫേമിനെ കുറിച്ച് പറയാം. നമ്മളെന്ന് പറയുന്നത് എഡ്യൂടെക് ഫേമാണ്. സോ പോർട്ട്ഫോളിയോ ബിൽഡേഴ്സ് എന്ന് പറയുന്നത് ഞാനൊരു 1.5 years ago സ്റ്റാർട്ട് ചെയ്ത ഒരു ഫ്രീ ലേണിംഗ് കമ്മ്യൂണിറ്റിയാണ്. അതിൽ നിന്നാണ് ഇപ്പം നമ്മളൊരു ബ്രാൻഡിലേക്ക് സ്വിച്ച് ചെയ്തേക്കുന്നത്. സോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ഡെവലപ്മെന്റ് ഫേമാണ് portfolio.tech എന്ന് പറയുന്നത്. സോ നമ്മുടെ എഡ്യൂക്കേറ്റഡ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ബ്ലഫ്, ADP ലിസ്റ്റ്, ഫിഗർ ഡിസൈൻ, പിന്നെ നിമോ പ്ലാന്റ് ചേർന്നിട്ടാണ് നമ്മുടെ കോഴ്സ് നമ്മൾ പോർട്ട്ഫോളിയോ ബിൽഡേഴ്സിൽ സെറ്റ് ചെയ്തേക്കുന്നത്. ഈവൻ നമ്മളൊരു 3 months നമ്മൾ നിമോ പ്ലാന്റിന്റെ സ്പാഷ്യൽ ഡിസൈൻ ആയിട്ടുള്ള സ്പെക്ക് വരെ നമ്മുടെ കോഴ്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ നമുക്ക് വെബിനാറിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഞാൻ കറന്റ് ഒരു 5+ years ആയിട്ട് കറണ്ട് മാർക്കറ്റിൽ UX ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനൊരു ഈ ഡിസൈൻ ഫീൽഡിലേക്ക് വരുന്നതിന് മുന്നേ BCom ആയിരുന്നു. ആ BComൽ നിന്നാണ് ഡിസൈനറായത്. സോ ഒരു ഡിസൈൻ ബാക്ക്ഗ്രൗണ്ട് വേണോ UX ഡിസൈനർ ആവണം എന്നുള്ളതിന്റെ ബേസിക് എക്സാമ്പിൾ ആണ് ഞാൻ തന്നെ. കാരണം ഒരു BCom ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു UX ഡിസൈനറായി. സോ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രീലാൻസർ ആയിട്ടാണ്. അന്ന് ഞാൻ UI ഡിസൈനർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ റിവൈവൽ ഡെഫി എന്ന് പറയുന്ന ഒരു UK ബേസ്ഡ് കമ്പനിയിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അങ്ങനെയുള്ള കുറച്ച് പ്രോജക്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പ്രോഡക്റ്റ് ഡിസൈനറായിട്ട് വെൽത്തപ്പിൽ വർക്ക് ചെയ്തു. പിന്നെ ഗെയിം UX ഡിസൈനറായിട്ട് ലൂണറി ഗെയിംസിൽ ഫ്രാൻസ് ബേസ്ഡ് കമ്പനിയാണ്, അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ മെൻട്രോയിൽ UX മെൻറ്ററായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഫിഗറിൽ ഞാൻ പ്രോഡക്റ്റ് അഡ്വൈസറായിട്ട് ഇപ്പോഴും കറന്റ് വർക്കിംഗ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കറന്റ് സൈറയിൽ ഹെഡ് ഓഫ് ഡിസൈൻ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇന്നത്തെ വെബിനാറിന്റെ ഇൻഡെക്സ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു ആസ്ക് സെഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അതിൽ നിങ്ങളായിട്ടൊരു ഇന്ററാക്ഷൻ മോഡലിലാണ് നമ്മൾ പോവുക. അത് കഴിഞ്ഞിട്ട് UIXനെ നമ്മളൊരു ഐസ് ബ്രേക്കിംഗ് സെഷൻസ് ഉണ്ടാകും. കാരണം ഇതിനകത്ത് ചിലപ്പോൾ UIXനെ കുറിച്ച് അറിയാത്തവരും ഉണ്ടാകും. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ നമുക്കൊരു ഐസ് ബ്രേക്കിംഗ് സെഷൻ വെക്കാം. അതിനുശേഷം എന്താണ് UIXന്റെ സ്കോപ്പ്, ഏതൊക്കെ റോൾസ് ആണ് കറന്റ് ഉള്ളത്, നിങ്ങൾക്ക് UIX പഠിച്ച അല്ലെങ്കിൽ UIX നിങ്ങൾ കരിയർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ റോൾസിലേക്ക് പോകാമെന്നുള്ള. അതിനുശേഷം നമ്മൾ അവസാനം ഒരു Q&A സെഷൻ വെക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു കമന്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക, നിങ്ങൾ ഫസ്റ്റ് ടൈം UIXനെ കുറിച്ച് എങ്ങനെയാണ് കേട്ടിട്ടുള്ളത്, നിങ്ങൾ അല്ലെങ്കിൽ UIXനെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അല്ലെ മൈക്ക് ഓൺ ആക്കി പറയാൻ പറ്റുന്നവർ മൈക്ക് ഓൺ ആക്കി പറയാം. നമ്മൾ കംപ്ലീറ്റ്ലി ഇന്ററാക്ഷൻ മോഡലാകുമ്പോൾ നമുക്കൊരു ഈ വെബിനാർ ഇച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും. അപ്പോൾ ജസ്റ്റ് മെൻഷൻ ചെയ്യുക കമന്റിൽ. ഓക്കെ, ഫ്രണ്ട് ഓഫ് യുവേഴ്സ്. ഓക്കെ ഫ്രണ്ട്. അപ്പോൾ UIX ഡിസൈനർ ആണോ അതോ ജസ്റ്റ് റെക്കമെൻഡ് ചെയ്തതാണോ? ബാക്കി എല്ലാവർക്കും UIXനെ കുറിച്ച് അറിയില്ല. ഓക്കെ, വൈ കോമ്പിനേറ്റഡ് യൂട്യൂബ് വീഡിയോ. ഓക്കെ, ഈസ് എ ഡിസൈൻ. ഓക്കെ, ഫൈൻ. ബാക്കി ആരും UIXനെ കുറിച്ച് കേട്ടിട്ടില്ല? ഓക്കെ, ഫൈൻ. നമുക്ക് മൂവ് ഓൺ ചെയ്യാം. കാരണം നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യില്ല. കാരണം Q&A സെഷൻ തന്നെ വെക്കാനുണ്ട്, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും. അപ്പോൾ പലരും പല രീതിയിലായിരിക്കും UIXനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുക. കാരണം ഞാൻ എൻ്റെ കരിയറിലേക്ക് കയറുന്ന ടൈമിൽ എനിക്ക് UIXനെ കുറിച്ച് യാതൊരു ധാരണയില്ലായിരുന്നു. കാരണം ഞാൻ ജോലിക്ക് കയറിയതിന് ശേഷമാണ് UIXനെ കുറിച്ച് ഡെപ്ത് ആയിട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയ പോലും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കാം UIX ചിലപ്പോൾ ആഡ് കണ്ടിട്ടുള്ളതാവും. അപ്പോൾ നിങ്ങൾ പലരും ചിലപ്പോൾ ഇവന്റ്സ്, ഇതുപോലത്തെ വെബിനാർ ആയിക്കോട്ടെ, വർക്ക്ഷോപ്പ് ആയിക്കോട്ടെ, അതിലൂടെ UIXനെ കുറിച്ച് അറിഞ്ഞവരുണ്ടാവാം. ചിലപ്പോൾ ഇന്റർനെറ്റിൽ യൂട്യൂബ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, കൊളീഗ്സ്, ഏതെങ്കിലും കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ബിൽ ബോർഡ്സ് അങ്ങനെ, അല്ലെങ്കിൽ ഒരു ആഡ്, നമ്മുടെ ജോബ് ആഡ്സ് അങ്ങനെയുള്ളതൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ UIXിലേക്ക് കുറച്ചുകൂടെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഫസ്റ്റ്ലി തന്നെ UIXന്റെ ടാബൂസ് ബ്രേക്ക് ഡൗൺ ചെയ്യാം. എന്ന് പറഞ്ഞാൽ കുറെ മിത്തുകൾ നമ്മൾ കറണ്ട് മാർക്കറ്റിൽ വിശ്വസിച്ചിട്ടുണ്ട്. ഇതിന് കോഡിങ് വേണോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് മിത്താണ്, നിങ്ങൾക്ക് കോഡിങ് ഇതിന് അറിയേണ്ട. നിങ്ങളിപ്പോ JD എടുത്തത് ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ, JD എന്ന് പറഞ്ഞാൽ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. നിങ്ങളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ ലിങ്ക്ഡിനിലായിക്കോട്ടെ, ഇൻഡീഡിലായിക്കോട്ടെ, നൗക്കറിയിലായിക്കോട്ടെ, ഇവിടെയൊക്കെ നിങ്ങൾ UIXന്റെ JD എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം അവിടെ ബേസിക്സ് ഓഫ് HTML, CSS, JavaScript ഒക്കെ അറിയണം എന്നുള്ള
ഒരു ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഡിങ് അറിയേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം UI/UX എന്ന് പറയുന്ന വൺ ഓഫ് ദ നോൺ കോഡിങ് ജോബാണ്. അപ്പൊ അതിൽ എന്തുകൊണ്ടാണ് കോഡിങ് അറിയേണ്ടതെന്നുള്ളത് ഫസ്റ്റ്ലി ഞാൻ പറഞ്ഞുതരാം. നമ്മളെപ്പോഴും ബേസിക് കോഡിങ് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസൈനേഴ്സാണ്. ഈ ഡിസൈൻ ആണ് നമ്മൾ ഡെവലപ്പേഴ്സിന് കൊടുക്കുന്നത്. അപ്പൊ ഈ ഡെവലപ്പേഴ്സിന് കൊടുക്കുന്ന ടൈമിൽ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡെവലപ്പറിന് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു എലമെന്റ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ബേസിക് അറിഞ്ഞിരിക്കാൻ പറ്റുന്നത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്തതിന് ശേഷം ഡെവലപ്പേഴ്സിന് കൊടുക്കുമ്പോൾ അവർക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അവർക്ക് അതിനുള്ള സ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ടൈം വേസ്റ്റ് ആണ്, നമ്മുടെ കോസ്റ്റ് കൂടും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരും. അതുകൊണ്ടാണ് ബേസിക് കോഡിങ്, നിങ്ങൾക്കത് കോഡ് ചെയ്യാൻ അറിയണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ബേസിക് കവർ ചെയ്ത് പോയാൽ മതി. ഇനി രണ്ടാമത്തെ ഒരു മിത്ത് എന്ന് പറയുന്നത് നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആയിരിക്കണം, നിങ്ങളൊരു കലാകാരനായിരിക്കണം ഒരു UI/UX ഡിസൈനർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊരു ട്രഡീഷണൽ ആർട്ടിസ്റ്റ് ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പൊ പടം വരയ്ക്കാൻ അറിയാം, നിങ്ങൾക്ക് ബേസിക്കലി ഒരു സ്ക്വയർ, റൗണ്ട്, റെക്ടാങ്കിൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരയ്ക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കലി ഒരു UI/UX ഡിസൈനർ. കാരണം നമ്മളൊരു ആപ്പിന്റെ ആയിക്കോട്ടെ, ഒരു വെബ്സൈറ്റിന്റെ ആയിക്കോട്ടെ, ഇതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ഒരു കറൂസൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു കാർഡ്സ് ഉണ്ടാവാം. പിന്നെ ഒരു നമ്മളിപ്പോ എക്സാമ്പിൾ പറഞ്ഞ ഒരു പ്രൊഫൈൽ സെക്ഷന്റെ ബേസിക് ഷേപ്പ് എന്ന് പറയുന്നത് റൗണ്ട് ആണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഷേപ്പ് വരയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു UI/UX ഡിസൈനർ ആകാനായിട്ട് പറ്റും. അതുപോലെ പിക്കോസോ സ്റ്റൈലിലൊന്നും നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്താണ് ടെക്കീസിന് മാത്രമാണ് UI/UX ഡിസൈനർ. നിങ്ങൾക്ക് ഇന്നേ വരെ വലുതായിട്ട് ടെക് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു UI/UX ഡിസൈനർ ആണ്. നിങ്ങൾക്ക് അതിനോട് ഹാർഡ് വർക്ക് ചെയ്യാനൊരു മെന്റാലിറ്റി ഉണ്ടായിരുന്നു. കാരണം ഞാൻ പോലും ഒരു ബികോമിൽ നിന്നാണ് ഈ ഒരു UI/UX ഡിസൈൻ ഫീൽഡിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും നിങ്ങൾക്ക് UI/UX ഡിസൈനിലേക്ക് വരാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിൽ എന്താണ് UI/UX ഡിസൈൻ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു UI/UX ഡിസൈനർ ആവാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ആസ്ക് സെഷനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ലാസ്റ്റ് ടൈം എന്നാണ് ഒരു റെസ്റ്റോറന്റിൽ പോയെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. ലൈക്ക് നിങ്ങൾ മിനിഞ്ഞാന്നോ അല്ലെങ്കിൽ അതിന് മുന്നേ ആയിട്ടോ വല്ലോ റെസ്റ്റോറന്റിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. ഇമാജിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ റെസ്റ്റോറന്റിൽ എന്തുകൊണ്ടാണ് ആ റെസ്റ്റോറന്റ് ചൂസ് ചെയ്തത്, ആ ചൂസ് ചെയ്തതിൽ നിങ്ങൾ ആ ഒരു റെസ്റ്റോറന്റ് കയറി ചെല്ലുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു ആ റെസ്റ്റോറന്റിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ കയറി ചെന്നതിന് ശേഷം അവിടെ സീറ്റ്സ് അവൈലബിൾ ആയിരുന്നോ അതോ റഷ് ആയിരുന്നോ? അങ്ങനെ റഷ് ആയിരുന്നെങ്കിൽ, അവിടെ ഫുൾ ആൾക്കാരായിരുന്നെങ്കിൽ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് അവിടുത്തെ വെയിറ്റർ നിങ്ങളോട് പറഞ്ഞോ, അല്ലെങ്കിൽ നിങ്ങളെ മൈൻഡ് ചെയ്തോ? പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ ആ ഒരു റഷ് മാറി നിങ്ങൾക്ക് സീറ്റ് കിട്ടിയതിന് ശേഷം അവിടെ ഇരുന്നതിന് ശേഷം നിങ്ങൾക്ക് അവിടെ മെനു കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ആ മെനു അറേഞ്ച് ആയിരുന്നു. നമ്മളിപ്പോ ചില കടയിൽ, ഇവിടെ എറണാകുളത്ത് ഒരു കടയുണ്ട്, പാതിരാക്കോഴി എന്ന് പറഞ്ഞ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ലൈക്ക് അതിന്റെ മെനു വായിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ ഒരു വെയിറ്ററിനെ വിളിച്ചിട്ട് ഇതെന്താണ് എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ്. കാരണം പൊട്ടിത്തെറിച്ച ചിക്കൻ അങ്ങനെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. അപ്പോൾ അല്ല, ആളുടെ ഹെൽപ്പ് വേണ്ടവരും നമുക്ക് ആ ഒരു മെനുവിൽ എന്താണ് ഡിഷ്, അത് എരിവുള്ളതാണോ അല്ല അത് എങ്ങനെ ഫ്രൈ ആണോ അതോ ഡ്രൈ ആണോ എന്നുള്ള രീതിയിൽ നമ്മൾ കറി ടൈപ്പ് ആണോ എന്ന് മനസ്സിലാക്കാനാണ്. അപ്പോൾ ആ മെനു അറേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ അതിന് ശേഷം നിങ്ങൾ ഓർഡർ ചെയ്തു, നിങ്ങൾ ഒരു ഹാഫ് ആൻ അവർ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇരുന്നത്. അതിന് ശേഷം ഓർഡർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു ഹാഫ് ആൻ അവർ കൊണ്ടാണ് എപ്പോഴാണ് ഫുഡ് വന്നതെന്ന് ആലോചിച്ച് നോക്കുക. ആ ഫുഡ് കിട്ടിയതിന് ശേഷം ഫുഡിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ ശേഷം ലൈക്ക് ഓവറോൾ കസ്റ്റമർ സർവീസ്, നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കിപ്പോൾ എക്സ്ട്രാ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ആള് ചില ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലൈക്ക് ആള് നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും, ലൈക്ക് എക്സ്ട്രാ എന്തെങ്കിലും വേണോ? അപ്പൊ അവരുടെ കസ്റ്റമർ സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇനി നിങ്ങളുടെ ചോദ്യം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടേണ്ടത്, നിങ്ങൾ ലാസ്റ്റ്ലി പോയ ആ റെസ്റ്റോറന്റിലേക്ക് നിങ്ങൾ തിരിച്ച് വീണ്ടും പോകുകയില്ലോ എന്നുള്ള എന്റെ ചോദ്യം. അപ്പൊ യെസ് ഓർ നോ എന്നുള്ള രീതിയിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, ഫൈൻ, യെസ്. Sagar, it's okay. I will actually conduct an English session for you. Like now, the medium is going to be in Malayalam, so we can arrange a next session in the English way. Okay. Most of the ആൾക്കാർ എല്ലാവരും തന്നെ യെസ് ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ആസിഫ് ഇപ്പോ നോ പറഞ്ഞതിന് റീസൺ എന്തായിരിക്കും? ഓക്കെ, അതിൽ
സർവീസ് ഇംപ്രൂവ് ചെയ്തായിരുന്നെങ്കിൽ പോയേനെ. ഓക്കെ ഫൈൻ. ഇനി ആരെയും നോക്കിയുടെ 24+ ആൾക്കാരുണ്ട്. സോ എല്ലാവരും തന്നെ എസ് ഓർണോ ഇടാനായിട്ട് നിങ്ങൾക്ക് ഒത്തിരി ടൈമൊന്നും എടുക്കില്ല. സോ ജസ്റ്റ് നിങ്ങൾ ലാസ്റ്റ് പോയ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ആലോചിക്കുക. അവിടെ നിങ്ങൾ പോകുകയോ ഇല്ലയോ എന്നുള്ളത്, യെസ് ഓർ നോ. ലാസ്റ്റ് റെസ്റ്റോറൻറ്റിന്റെ നിങ്ങൾ പോകുമോ, ഇനി വൺ ടൈം കൂടെ നിങ്ങൾ പോകുമോ, ഇനിയും റിപ്പീറ്റഡ് ആയിട്ട് പോകുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. യെസ് ഓർ നോ. നമുക്ക് 2-3 റെസ്പോൺസും കൂടെ കിട്ടിയാൽ നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. ഓക്കെ ഫൈൻ. അപ്പോ ഇതിന്റെ ബേസിക് ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഓവറോൾ എക്സ്പീരിയൻസ് ആണ്. ആ റെസ്റ്റോറന്റിന്റെ ആ നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്താണ് നിങ്ങൾ യെസ് ഓർ നോ പറഞ്ഞത്. എന്താണ്, നമ്മൾ ആ റെസ്റ്റോറന്റിൽ സാറ്റിസ്ഫൈഡ്, നമ്മൾ അവിടുത്തെ നിങ്ങൾക്ക് ആ കിട്ടിയ യൂസർ, നിങ്ങളാണ് അവിടുത്തെ യൂസർ. അപ്പൊ യൂസർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് അവിടെ മെയിൻലി കാണാനായിട്ട് വരും. നിങ്ങൾ അവിടെ ഇമോഷൻസ്, നിങ്ങൾ അവിടെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ, അതിനെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ ഇമോഷൻസ് ഹൈ ആൻഡ് ലോ ആവുന്നത്. സോ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ ട്രീറ്റ് ചെയ്ത രീതി, അല്ലെങ്കിൽ ആ മെനു അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എല്ലാത്തിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ യൂസർ എക്സ്പീരിയൻസ് വരുന്നത്. അപ്പൊ UX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു യൂസറിന്റെ ഡിജിറ്റലി ആവാം, അത് ഫിസിക്കലി ആവാം, ഒരു പ്രോഡക്റ്റോ സർവീസ് ആയിട്ട് ഒരു യൂസർ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവരുടെ എക്സ്പീരിയൻസിനെയാണ് നമ്മൾ യൂസർ എക്സ്പീരിയൻസ് എന്ന് വിളിക്കുക. അപ്പൊ UX എന്താണെന്ന് ക്ലിയർ ആണോ? ഒരു SL ഇടാൻ പറ്റുമോ? ഗ്രേറ്റ്. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് UXന്റെ ഡെഫിനേഷൻ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മളൊരു പ്രോഡക്റ്റോ സർവീസോ ഒരു ആപ്പ് ആയിക്കോട്ടെ, വെബ്സൈറ്റ് ആയിക്കോട്ടെ, അത് ഈസിലി നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് വേണ്ട ഇൻഫോർമേഷൻ കിട്ടുന്നുണ്ടോ, അത് ഈസിലി നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചത് MG യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പൊ MG യൂണിവേഴ്സിറ്റിയിൽ ആകെ ഞാൻ വിസിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, MG യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു വെബ്സൈറ്റ് ആകെ വിസിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് റിസൾട്ട് നോക്കാൻ വേണ്ടിയാണ്. ഇവിടെ എത്ര പേര് MG യൂണിവേഴ്സിറ്റി ഏത് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും, ലൈക്ക് മോസ്റ്റ് ഓഫ് ദ കേസിൽ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ഒക്കെ ഭയങ്കര മോശമാണ്. എന്നാൽ പോലും MG യൂണിവേഴ്സിറ്റി വളരെ മോശമാണ്. അപ്പൊ MG യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ആകെ ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത് റിസൾട്ട് വരാൻ വേണ്ടി. അപ്പൊ റിസൾട്ട് വന്നതിന് ശേഷം ആ റിസൾട്ട് നോക്കാനായിട്ട് ഒരു പാനൽ കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആരെയൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് തന്നാൽ മാത്രമായിരുന്നു അത് കിട്ടുക. കാരണം അവർ ആ വെബ്സൈറ്റിനകത്ത് ആ ഒരു കുറെ കാര്യത്തിനുള്ളിലാണ് ആ റിസൾട്ട് പാനൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ യെസ് ഇടാന്നാണ്. ഓക്കെ, അപ്പോ UX എന്ന് പറയുന്ന എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഒരു പ്രോഡക്റ്റോ സർവീസോ അതിൽ യൂസർ ഇന്ററാക്ട് ചെയ്യും, നമ്മൾ ആ യൂസറിന്റെ ഇന്ററാക്ഷനിൽ ഉണ്ടാകുന്ന ആ യൂസറിന്റെ എക്സ്പീരിയൻസിനാണ് നമ്മൾ UX എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഒരു UX ഡിസൈനറിന്റെ മെയിൻ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പീരിയൻസിനെ ഇംപ്രൂവ് ചെയ്യാന്നുള്ളത്. അതിപ്പോ ഏത് സെക്ടർ ആയിക്കോട്ടെ, ഓട്ടോമൊബൈൽ സെക്ടർ ആയിക്കോട്ടെ, ഗെയിമിംഗ് സെക്ടർ ആയിക്കോട്ടെ, ഏത് സെക്ടറിലും നമ്മുടെ ഉദ്ദേശിച്ചുള്ളൂ ആ ഒരു പ്രോഡക്റ്റോ സർവീസിൽ യൂസറിന്റെ ഇന്ററാക്ഷൻ അവർക്ക് ഈസി ആക്കുക. ഇപ്പൊ ഒരു ബേസിക് എക്സാമ്പിളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 years ago നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം, ഒരു അക്കൗണ്ട് വെബ്സൈറ്റിൽ ഏതെങ്കിലും വെബ്സൈറ്റിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം യൂസർ നെയിം അടിക്കണം, പാസ്വേഡ് 2 തവണ അടിക്കണം, പിന്നെ നമുക്ക് അതിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും, നിങ്ങളുടെ പെറ്റിന്റെ പേരെന്താ. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, നമുക്ക് നേരെ ഗൂഗിൾ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ, സൈൻ ഇൻ വിത്ത് ആപ്പിൾ അക്കൗണ്ട്, ഏതൊരു അക്കൗണ്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒരു 1 മിനിറ്റിനുള്ളിൽ തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ യൂസർ എക്സ്പീരിയൻസ് ഡെയിലി ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് UI എന്ന് പറയുന്നത്. നമ്മൾ വിഷ്വലി കാണുന്ന എലമെന്റ്, നമ്മളൊരു പ്രോഡക്റ്റില് അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ വിഷ്വലി കാണുന്ന എലമെന്റ് ഉണ്ടാവും, ആ ഇന്ററാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബട്ടൺ ആവാം, അല്ലെങ്കിൽ ഒരു UI ആവാം, നമ്മളൊരു വെബ്സൈറ്റിന്റെ അല്ലെങ്കിൽ മൊബൈലിലെ വിഷ്വലി കാണുന്ന എലമെന്റിനെയാണ് നമ്മൾ UI എന്ന് പറയുന്നത്. അപ്പൊ ആ നമ്മൾ UI ഡിസൈനറിന്റെ മെയിൻ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ UI കാണാൻ നല്ലതാണ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ആമസോണും ഫ്ലിപ്കാർട്ടും വെച്ചതാണ്. ഫ്ലിപ്കാർട്ടിന്റെ UI എന്ന് പറയുന്നത് അടിപൊളിയാണ്, കാണാൻ വിഷ്വലി അടിപൊളി. പക്ഷെ ആമസോൺ ലീഡിംഗ് ആയിട്ട് നിൽക്കുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അതിന്റെ UX ബെറ്റർ ആയതുകൊണ്ടാണ്. അപ്പോൾ അതിനെക്കാട്ടും ബെറ്റർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ Airbnb, അവർ UIയിലും ബെറ്റർ ആണ്, UX-ലും ബെറ്റർ ആണ്. അപ്പോൾ നമ്മൾ UIയിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത് വിഷ്വൽ ആസ്പെക്ട്സ്, എങ്ങനെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും നമ്മൾ UI ഡിസൈനേഴ്സ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യും, വിഷ്വൽ ആസ്തെറ്റിക് കൊണ്ടുവരിക എന്നുള്ളതാണ്.
അപ്പോൾ നമുക്ക് ഒരു മൊബൈൽ അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ ഒരു UX ഡിസൈനർ അല്ലെങ്കിൽ UX ഡിസൈനിങ്ങിന്റെ ആവശ്യകത എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മെയിൻലി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഓരോ പർപ്പസിനുണ്ട്. കറന്റ് നമ്മുടെ മാർക്കറ്റിൽ പണ്ടൊരു നമുക്ക് 10 years ബാക്കിലേക്ക് പോകാം. അന്നത്തെ ടൈമിൽ ഒരു വെബ് ഡെവലപ്പേഴ്സ് മാത്രം മതിയായിരുന്നു ഒരു വെബ്സൈറ്റ് ഡിസൈൻ ലൈക്ക് ഡെവലപ്പ് ചെയ്യാൻ. അവർക്കൊരു 5,000 തൊട്ട് നമുക്ക് എബോവ് കൊടുത്തു കഴിഞ്ഞാൽ ഹോൾ വെബ്സൈറ്റ് ഇടാം, ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് ചെയ്യാം. പക്ഷെ ഇപ്പൊ കറന്റ് നല്ല കോമ്പറ്റീഷൻ. ഈ കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡിൽ നമുക്ക് ഓരോ നമ്മുടെ സർവീസ് ആയിക്കോട്ടെ, നമ്മുടെ ബിസിനസ് ആയിക്കോട്ടെ, ഇവർക്കെല്ലാം അവരുടെ യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പ്രസന്റ് ചെയ്യാം. അതിനു വേണ്ടിയാണ് നമ്മൾ മെയിൻലി UX ഡിസൈനേഴ്സ് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഓരോ ബിസിനസ്സിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല കൂടുതൽ യൂട്ടിലിറ്റി ഉണ്ട്. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആണെങ്കിൽ അത് ഈസി ആയിട്ട് ലേണിംഗ് ലൈക്ക് നമുക്ക് ടച്ച് ആൻഡ് പ്ലേ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ മെയിൻ ഡിസൈൻ നമ്മുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഈസി ആക്കുക എന്നുള്ളതാണ്. നോർമലി ഒരു വെബ്സൈറ്റ് കൊണ്ടുവന്നതിന് ശേഷം ചുമ്മാ ഒരു ബിസിനസിന്റെ മോഡൽ കാണിക്കുന്നതിന് പകരം അത് ഇച്ചിരി ഈസി ആക്കുക എന്നുള്ളതാണ് മേജർ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ്ലി UX എന്ന് പറയുന്നത് ഒരു വെബിലോ ആപ്പിലോ ഒതുങ്ങുന്നതല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കും. ഒരു നല്ല ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം സോൾവിങ് അപ്രോച്ച് ആയിരിക്കും. കാരണം നമ്മൾ കറണ്ട് മാർക്കറ്റിൽ ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊച്ചിയിലെ ബ്രഹ്മപുരം പ്ലാന്റ് കത്തിയത് ഓർമ്മയുണ്ട്. അത് കുറേ ദിവസമാണ് ഈ ഇഷ്യൂസ് നീങ്ങിപ്പോയി. അപ്പൊ അത് സോൾവ് ആവാൻ തന്നെ കുറെ ദിവസം എടുക്കും. അപ്പൊ അവിടെ ഒരു പ്രോബ്ലം സോൾവിങ് ആൾക്കാരില്ലാത്തത് തന്നെയായിരുന്നു മേജർ ആയിട്ടുള്ള പ്രോബ്ലം. അപ്പൊ നമുക്ക് UX ഡിസൈനറായിട്ട് വെറുതെ ഒരു ആപ്പിലോ വെബ്സൈറ്റിലോ നമുക്കിപ്പം ഇഷ്ടംപോലെ സ്മാർട്ട് വാച്ചസ് അവൈലബിൾ ആണ്. ഇതിലൊക്കെ ഡിസൈനിങ്ങിന്റെ ആവശ്യകതയുണ്ട്. ഇപ്പോ മെഡിക്കൽ ഡിവൈസസ് ആയിക്കോട്ടെ, നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഡിവൈസസ് ഉണ്ട്, അതിലൊക്കെ ഒരു ഡോക്ടറിന് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ അറേഞ്ച് ചെയ്ത് ഇതൊക്കെ ഡിസൈൻ ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത് ഒരു UX ഡിസൈനർ. അപ്പോൾ എപ്പോഴും നല്ലൊരു ഡിസൈൻ എപ്പോഴും ഒരു UX ഡിസൈനറിനാണ് ഏറ്റവും കൂടുതൽ അത്യാവശ്യം സാലറി ഉള്ളത്. എന്നാൽ പോലും അവരുടെ വർക്ക് ചില സമയത്ത് ഷോക്കേസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ഡിസൈൻ എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആണ്. നമ്മളെപ്പോഴും ആൾക്കാർക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈവൻ ഒരു 2 വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല ഡിസൈനാണ്. ഇപ്പൊ ഒരു ബെസ്റ്റ് സെക്ടർ ഗ്രോയിങ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാണ്. ഇപ്പം കറന്റ് അൾട്രാ വയലറ്റ് പോലത്തുള്ള കമ്പനികൾ UX ഡിസൈനേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സ് ആയിക്കോട്ടെ, ഇവരൊക്കെ UX ഡിസൈൻ നമ്മളിപ്പോൾ കാണുന്ന ഈ ക്ലസ്റ്റർ നമ്മൾ ഓരോ വണ്ടിക്കും അതിൻ്റെതായ ഡിഫറെന്റ് ലുക്ക് കൊടുക്കാനും നമുക്ക് അതിൽ സാധിക്കണം. അപ്പൊ UX ഡിസൈനിങ് എന്ന് പറയുന്നത് വെറുതെ ഒരു ആപ്പിലോ വെബ്സൈറ്റിലോ ഒതുങ്ങുന്നതല്ല. ഇപ്പൊ ഈവൻ ഞാൻ പ്രീവിയസ്ലി വർക്ക് ചെയ്ത ലൂണറി ഗെയിംസ് എന്ന് പറയുന്ന ഫാൻ സ്പേസ് ഗെയിം ഞാൻ അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തൊരു ഗെയിമാണ് പാർലൻ ഡിസൈൻ എന്ന് പറയുന്നത്. അവിടെ ആണെങ്കിൽ പോലും ആ ഗെയിം UX ഡിസൈനിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ UIs ഉണ്ട്, UI എലമെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ എഡ്യൂക്കേറ്റർ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള നിമോ പ്ലാനറ്റിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് സ്പാഷ്യൽ ഡിസൈൻ. നമ്മളെ ഈ സ്പെക്സ് പോലത്തെ ഒരു ലൈക്ക് നിങ്ങൾക്ക് ആപ്പിളിന്റെ ഇതറിയത്തില്ല വിഷൻ പ്രോ ആയിട്ടാണ് ഇച്ചും കൂടെ ഹാൻഡി ആയിട്ടൊരു പ്രോഡക്റ്റ് ആണ് നിമോ പ്ലാനറ്റിന്റെ ഈ ഒരു സ്പെക്ക് എന്ന് പറയുന്നത്. നമ്മളത് ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ കോഴ്സിലും. അപ്പോൾ ഈ ഒരു സ്പാഷ്യൽ ഡിസൈൻ ഒക്കെ ഇനിയുള്ള ഫ്യൂച്ചറാണ് സ്പാഷ്യൽ ഡിസൈൻ. കാരണം നമുക്ക് ലാപ്പും കൊണ്ടൊന്നും നടക്കണ്ട. ജസ്റ്റ് ഒരു മൊബൈലിനെക്കാട്ട് ചെറിയൊരു ഡിവൈസ് CPU നമ്മുടെ ഒരു പ്രോഡക്റ്റ് നമ്മുടെ പോക്കറ്റിൽ കൊണ്ടുവന്നാൽ മതി. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ലാപ്പ് എവിടെ വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ടെക്നോളജിയാണ് സ്പാഷ്യൽ ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ് ഫ്യൂച്ചർ ഓഫ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻ പല രീതിയിൽ മാറ്റം വരുന്നു. ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ബിഫോർ കൊറോണ ആൻഡ് ആഫ്റ്റർ കൊറോണ എടുക്കാം. ഈ ബിഫോർ കൊറോണ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര മുറുക്കാൻ കട തന്നെ എടുത്തോ, മുറുക്കാൻ കടയിൽ ഗൂഗിൾ പേ ഉണ്ടായിരുന്നു. ഇപ്പോ ഏതൊരു ചെറിയ കടയിൽ പോലും ഗൂഗിൾ പേ ഉണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ആയിട്ട് ആൾക്കാർ ടെക്നോളജി യൂസ് ചെയ്ത് വരിക. അപ്പൊ ആ ടെക്നോളജി ഇൻക്രീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ UX ഡിസൈനറിന്റെ സ്കോപ്പ് ഇൻക്രീസ് ചെയ്യും. ഇപ്പൊ വാച്ചസ് ആയിക്കോട്ടെ, ഈ ഗ്ലാസസ് ആയിക്കോട്ടെ, ഇപ്പം നമ്മുടെ ടെസ്ലയുടെ ഡ്രൈവർലെസ് കാർസ് ഉണ്ട്, അതിന്റെ UI എലമെന്റ്സ്, അതിൽ വോയിസ് ആക്ടിവേറ്റഡ് ഡിവൈസസ് ഉണ്ടാവും. പിന്നെ ഒരു ഗ്രോയിങ് സെക്ടറാണ് VUI, വോയിസ് യൂസർ ഇന്റർഫേസ് ഡിസൈൻ എന്ന് പറയുന്നത്. അതിനകത്താണെങ്കിലും നമ്മൾ അലക്സ സിറി പോലത്തെ നമ്മൾ ഒരു UX ഡിസൈനിന്റെ ആവശ്യകതയുണ്ട്. എങ്ങനെയാണ്
അതിനെ നമ്മൾ പറയുന്ന ചില സമയത്ത് പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഡിവൈസ്. അപ്പൊ അതിനെ ഇംപ്രൂവൈസ് ചെയ്യാനും പിന്നെ എയുടെ എമർജൻസി വരും. നമ്മൾ ChatGPT ആണെങ്കിൽ പോലും ഇപ്പൊ ഒരു ബേസിക് എക്സാമ്പിൾ ആണ്, നിങ്ങളൊരു 5 months ബാക്ക് നോക്കുകയാണെങ്കിൽ ChatGPT-യിൽ നമുക്ക് ലൈക്ക് UI എന്ന് പറയുന്നത് സിമ്പിൾ ആയിരുന്നു, നമുക്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. പിന്നെ അങ്ങനെ കുറെ എലമെന്റ്സ് ആഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ യൂസറിന്റെ നീഡ്സ് അനുസരിച്ച് നമ്മൾ മാറ്റം വരുന്നുണ്ട്. അവിടെ യൂസറിന്റെ എക്സ്പീരിയൻസ് ആണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഇപ്പൊ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ, ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ യൂസറിന്റെ നീഡ്സ് എന്താണെന്ന് ഫീഡ്ബാക്ക് വെച്ച് കളക്ട് ചെയ്യും. പിന്നെ ഫോൾഡബിൾ ഡിസ്പ്ലേസ് ഉണ്ട്, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ സ്പാഷ്യൽ ഡിസൈൻസ് ഉണ്ട്, ഹോളോഗ്രാഫിക് ഡിസ്പ്ലേസ് ഉണ്ട്. നമ്മൾ ഈ അയൺമാനിലെ മറ്റേ ടച്ച് ഹോളോഗ്രാഫിക് ഡിസ്പ്ലേസ് ഇല്ലേ, ടച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കുക. അതൊക്കെ ഒരു ഫ്യൂച്ചറിലേക്ക് നമുക്ക് എല്ലാ ഒരു കമ്പനീസിലൊക്കെ വരാനായിട്ട് ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. പിന്നെ സ്കിൻ ഡിസ്പ്ലേ ഇപ്പോൾ ഫ്യൂച്ചർ സെഗ്മെന്റ്സ് ആയിട്ടുള്ള നമ്മുടെ വാച്ചിൽ തന്നെ നമ്മളിങ്ങനെ വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിൽ വരുന്ന ഡിസ്പ്ലേസ് അതൊക്കെ ഇനിയും വരാനുള്ള കാര്യങ്ങൾ. അപ്പം നമുക്ക് അതിലേക്കൊക്കെ UI ഡിസൈൻ ചെയ്യേണ്ട ആവശ്യത വരും, UX ഇംപ്രൂവ് ചെയ്യേണ്ടി വരും. പിന്നെ കറന്റ് ഇൻഡസ്ട്രിയിൽ വരും നോ കോഡ് പ്ലാറ്റ്ഫോംസ്. ആ നോ കോഡ് പ്ലാറ്റ്ഫോംസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ബ്ലപ്പ് എന്ന് പറഞ്ഞ ടീമുമായിട്ട് നമ്മൾ കൊളാബ് ചെയ്തിട്ടുണ്ട്. ബ്ലപ്പ് എന്താന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ലൈക്ക് അവിടെ നമ്മൾ കോഡൊന്നും വേണ്ടാതെ നമുക്ക് ഈസിലി ഒരു ഡിസൈൻ ചെയ്തിട്ട് ഡയറക്റ്റ്ലി ഒരു ഫ്ലട്ടർ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബ്ലപ്പ്. അവരുമായിട്ട് നമ്മൾ കൊളാബ് ചെയ്തു. പിന്നെ പ്രോംപ്റ്റ് ഡിസൈൻസ് ഉണ്ട്. പ്രോംപ്റ്റ് ഡിസൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കറന്റ് നിങ്ങൾക്ക് അറിയാം, ഫ്രെയിമർ ആയിക്കോട്ടെ, ഇഷ്ടംപോലെ പ്രോംപ്റ്റ് ഡിസൈൻ ടൂൾസ് കറന്റ് ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കാം, പ്രോംപ്റ്റ് ഡിസൈൻസ് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ജോലി പോവില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റ് യൂസ് ചെയ്യാനും അറിയണം. ഇപ്പൊ ക്ലയൻസിന് വന്നിട്ട് ഡിസൈൻ യോഗ വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റ് വരുമായിരിക്കും, പക്ഷെ അതിൽ വരുന്ന കളർ നോക്കണം, ടൈപ്പോഗ്രഫി ആയിക്കോട്ടെ, ഇപ്പൊ കൊടുക്കേണ്ട എലമെന്റ്സ്, CTA ബട്ടൺസ് എവിടെ വെക്കണം, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്. അതേസമയം ക്ലയന്റ് ചുമ്മാ വന്നിട്ട് ഡിസൈന് യോഗ വെബ്സൈറ്റ് ഇന്ന കളർ അല്ലെങ്കിൽ കേരള ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ജനറിക് ആയിട്ടുള്ള വെബ്സൈറ്റ് കിട്ടുള്ളൂ. അതിനാണ് പ്രോംപ്റ്റ് ഡിസൈൻ കോഴ്സസ് തന്നെ പലരും പ്രൊവൈഡ് ചെയ്യുന്നത്. അത് പഠിക്കുകയാണെങ്കിൽ ഇവിടെ ബെറ്റർ ആണ്. അപ്പൊ പ്രോംപ്റ്റ് ഡിസൈൻസ് ഒക്കെ ഫ്യൂച്ചറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ ഡിസൈനിങ്ങിന്റെ കൂടെ തന്നെ ഈ നോക്കൗട്ട് പ്ലാറ്റ്ഫോംസും പ്രോംപ്റ്റ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി നമുക്ക് ഏതൊക്കെയാണ് UI/UXലെ റോൾസ്, അതിന്റെ സാലറീസ്. നിങ്ങളിപ്പോ UI/UXനെ കുറിച്ച് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ജസ്റ്റ് യെസ് ഓർ നോ പറയാം. ഓക്കെ, ഫൈൻ, താങ്ക് യു. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് UI/UX ഡിസൈനിങ് പഠിച്ച നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഞാൻ പറയാണ്. UI/UX മാത്രം പഠിച്ച ഒരു 25+ ജോബ് റോൾസ് അവൈലബിൾ ആണ്. നിങ്ങൾ നോട്ട് ചെയ്തോളൂ, 25+ ജോബ് റോൾസ്. അപ്പോൾ ആ ജോബ് റോൾസ് എല്ലാം തന്നെ ഞാൻ പറയുന്നില്ല, കാരണം അത് പറയാൻ കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ടൈം പോകും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഞാൻ വേണമെങ്കിൽ വെർബലി പറഞ്ഞു പോവാം. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ UI/UX എന്ന് പറയുന്നത് സെപ്പറേറ്റ് ജോബ്സ് ആണ്. ഒറ്റ ജോബ് എന്നുള്ളത് നമുക്ക് സെപ്പറേറ്റ് UI ഡിസൈനറും UX ഡിസൈനറും ഇത് രണ്ടും കൂടെ അറിയാവുന്ന ഒരാളാണ് UI/UX ഡിസൈനർ. അപ്പൊ തന്നെ നമുക്ക് 3 ജോബുകൾ വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു സ്ട്രക്ചർ പറഞ്ഞുതരാം, നിങ്ങളുടെ ഒരു കരിയറിലേക്ക് അഡ്വാൻസ്മെന്റ് എങ്ങനെയാണെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ കമ്പനിയുടെ ഓരോ കമ്പനിയിലെ ഏതൊക്കെ റോൾസ് ആണ് ഹയർ ചെയ്യുന്നത്. നിങ്ങളൊരു UI/UX ഡിസൈനർ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു റോഡ് മാപ്പ് ഉണ്ടല്ലോ, അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കമ്പനിയിൽ ഇരുന്ന് പോത്തേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് സാലറി മാത്രമല്ല ലൈഫിൽ മോസ്റ്റ്ലി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഒരു ലൈക്ക് പ്രൊമോഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരാളുടെ കീഴിൽ തന്നെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായി. നമ്മൾ സോഷ്യലി ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നമുക്ക് ലൈക്ക് ജോബ് റോൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് UI/UXൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടുന്ന ഒരു കാര്യം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റാർട്ടിംഗ് ഫേസിൽ ഒരു 0 എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്റേൺ ആയിട്ട് കയറാം. പക്ഷെ നമ്മുടെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് ആർക്കും തന്നെ ഇന്റേൺ ആയിട്ട് പോകേണ്ട ആവശ്യത വരുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കോഴ്സിന്റെ കൂടെ തന്നെ ഇന്റേൺഷിപ്പ് പോർട്ട്ഫോളിയോസിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇന്റേൺ ആയിട്ട് കയറുക. അപ്പൊ ഒരു 1 year ഒക്കെ വർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ജൂനിയർ ഡിസൈനറായിട്ട് പോകാം. അല്ല, നിങ്ങൾ ഇവിടുന്ന് ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ജൂനിയർ ഡിസൈനിലേക്ക് പോകാം. ഇപ്പൊ ജൂനിയർ ഡിസൈനിൽ ഒരു 1 to 2 years ഒക്കെ വർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അസോസിയേറ്റ് UI/UX ഡിസൈനർ ആവാം. അതിനുശേഷം നിങ്ങൾക്ക് ഒരു 3+ years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സീനിയർ UI/UX ഡിസൈനർ ആവാം.
അതിനുശേഷം ലീഡ് ആവാം, അത് UX മാനേജർ ആവാം, പിന്നെ അതിന് ഡയറക്ടർ ഓഫ് UX ഡിസൈൻ ആവാം, പിന്നെ ഹെഡ് ഓഫ് ഡിസൈൻ ആവാം, പിന്നെ ചീഫ് ഡിസൈൻ ഓഫീസർ. അങ്ങനെ ചീഫ് ഡിസൈൻ ഓഫീസർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് CEO ലെവൽ റാങ്ക് ഉള്ള ഒരു ആളാണ്. അപ്പോൾ അത്ര നമുക്ക് പൊസിഷനിങ് വാല്യൂ കിട്ടുന്ന ഒരു ജോബുകളാണ് UI/UX എന്ന് പറയുന്നത്. അതുകൂടാതെ നമുക്ക് ഓരോ കമ്പനീസിലും ഏതൊക്കെ റോൾസ് ആണ് കൂടുതൽ ഹയർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കും. ഇപ്പൊ ബിഗ് കമ്പനീസ്, MNCs ആയിട്ടുള്ള കമ്പനീസിൽ മെയിൻലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോബുകളാണ് UX റിസർച്ചർ എന്ന് പറയുന്നത്. കാരണം റിസർച്ച് വളരെ ഇമ്പോർട്ടന്റ്. നമ്മളെ UI/UX ഡിസൈനറിനെ ഒരിക്കലും റീപ്ലേസ് ചെയ്യില്ല എന്ന് പറയുന്നതിന് മേജർ റീസൺ നമ്മൾ റിസർച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റോ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഡേറ്റ വേണം. ഈ ഡേറ്റ നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് റിസർച്ചർ, UX റിസർച്ച്. പറഞ്ഞാൽ യൂസറിന്റെ അടുത്ത് പോയിട്ട് മാർക്കറ്റ് റിസർച്ച് ചെയ്തു, യൂസർ റിസർച്ച് ഒക്കെ ചെയ്ത് അവരുടെ ആ പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കി അവരുടെ ബിഹേവിയർ പാറ്റേൺസ് ഒക്കെ കണ്ടുപിടിച്ച് അതിനൊരു ഡേറ്റ ബേസ് ചെയ്ത് ഡിസൈനേഴ്സിന് കൊടുക്കാം, അല്ലെങ്കിൽ ആ ഒരു ആൾ തന്നെ വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം. അങ്ങനെയുള്ള ആളാണ് UX റിസർച്ച് എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ജോബുകളാണ് പ്രോഡക്റ്റ് ഡിസൈനർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും പ്രോഡക്റ്റ് ഡിസൈനർ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോർമലി ഉള്ള ഫിസിക്കൽ പ്രോഡക്ട്സ് ഒക്കെ ഡിസൈൻ ചെയ്യേണ്ട ആവശ്യകത ഉണ്ടോ എന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം. നിങ്ങൾക്ക് അങ്ങനെ യാതൊരു ആവശ്യമില്ല. പ്രോഡക്റ്റ് ഡിസൈനർ എന്ന് പറയുന്ന ഒരു ബ്രോഡ് കാറ്റഗറീനെ നമ്മൾ സിംഗിൾ ആക്കിയേക്കുന്നുണ്ട്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ UI/UX ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസറിന്റെ ആസ്പെക്ട് മാത്രമേ നോക്കൂ. ഒരു യൂസറിന് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്പാണോ, വെബ്സൈറ്റ് ആണോ, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആണോ എന്ന് മാത്രമേ തിങ്ക് ചെയ്യൂ. പക്ഷെ ഒരു പ്രോഡക്റ്റ് ഡിസൈനർ ഒരു കമ്പനിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടെ തിങ്ക് ചെയ്യും. എന്ന് പറഞ്ഞാൽ യൂസർ ആസ്പെക്റ്റും ബിസിനസ് ആസ്പെക്റ്റും കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഡിസൈൻ ചെയ്യുക. കാരണം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂസറിനെ മാത്രം ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ യൂസറിന് എല്ലാ കാര്യം ഫ്രീ ആയിട്ട് വേണം. നമുക്കപ്പോ ബിസിനസ് എല്ലാ കാര്യം ഫ്രീ ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ബിസിനസ്സിന് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ബിസിനസ് എങ്ങനെ മുന്നോട്ട് പോകും? കാരണം ആസ് എ ബിസിനസ് ഒരു ക്ലയന്റിന് ഒരു കാര്യം കൊടുക്കുക, അല്ലെങ്കിൽ യൂസറിന് ഒരു കാര്യം കൊടുക്കുമ്പോൾ അവർക്ക് ബാക്കിൽ റൺ ചെയ്യാനായിട്ട് ഫണ്ട് വേണം, അല്ലെ? അപ്പൊ അതും കൂടെ ആലോചിച്ച് നമ്മുടെ ബിസിനസ് ആസ്പെക്ട് യൂസർ ആസ്പെക്റ്റും കൂടെ തിങ്ക് ചെയ്ത് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഡിസൈൻ ചെയ്യുന്ന ഒരാളാണ് പ്രോഡക്റ്റ് ഡിസൈനർ എന്ന് പറയുന്നത്. ഇനി UX റൈറ്റർ ഉണ്ട്, കണ്ടന്റ് റൈറ്റേഴ്സ് ഉണ്ട്. നമ്മൾ കറന്റ് നിങ്ങൾക്ക് ഡിസൈനിങ്ങിനോട് ഒന്നും താല്പര്യമില്ല, അതേ സമയത്ത് നിങ്ങൾക്ക് നല്ല കണ്ടന്റ്, ഒരു ബ്ലോഗ് എഴുതുന്ന ഒരാളല്ല UX റൈറ്റർ എന്ന് പറയുന്നത്. നമ്മൾ ഈ വെബ്സൈറ്റിലും കാണുന്നതിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് UX റൈറ്റേഴ്സ് എന്ന് പറയുന്നത് സ്വിഗ്ഗിയിലാണ്. നിങ്ങൾ സ്വിഗ്ഗി, സൊമാറ്റോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങളുടെ ബർത്ത്ഡേ ഓർത്തില്ലെങ്കിലും നിങ്ങൾക്ക് ഉച്ചയ്ക്ക് വിശന്നിരിക്കുകയാണെങ്കിൽ ഇവരായിരിക്കും ആദ്യം ഓർമ്മപ്പെടുന്നത്. സത്യമല്ലേ? നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു കമന്റിൽ യെസ് ഓർ നോ പറയാം, അല്ലെ? സ്വിഗ്ഗി, സൊമാറ്റോ യൂസ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ഏറ്റവും കൂടുതൽ നോട്ടിഫിക്കേഷൻ വരും. അതും അടിപൊളിയായിട്ടാണ് അവർ വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ക്യാച്ചി ഫ്രേസ് ആയിട്ട് വരുന്നത്. അപ്പൊ UX റൈറ്ററിന്റെ ജോബ് എന്ന് പറയുന്നത് ഇതുപോലെ നോട്ടിഫിക്കേഷൻ മാത്രം ഇതല്ല, ആ ഒരു ബട്ടന്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഇൻ വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷനാണ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പീപ്പിൾ ഡോണ്ട് റീഡ്, ദേ ഓൺലി സ്കാൻ എന്ന് പറയാം. കാരണം ആൾക്കാർ വായിക്കാറില്ല, ലൈക്ക് അവർ സ്കാൻ ചെയ്താൽ വരാം. അപ്പൊ സൈനിങ് സൈനപ്പും വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ അതിന് പകരം നമ്മൾ ലോഗിൻ സൈനും ആ രീതിയിലായിരിക്കും രണ്ട് പെട്ടെന്ന് മനസ്സിലാകുന്ന വേർഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പൊ ഏത് വേർഡ്സ് വരുമ്പോഴത്തേക്കായിരിക്കും ലൈക്ക് ആൾക്കാരുടെ കണ്ണിൽ പെട്ടെന്ന് പെടുക. അങ്ങനെയുള്ള രീതിയിലുള്ള റൈറ്റിംഗ്സ് എഴുതുന്ന ആളാണ് UX റൈറ്റർ. UX റൈറ്റർ എന്ന് മാത്രം തന്നെ നല്ലൊരു സ്കോപ്പ്. നിങ്ങൾക്ക് റൈറ്റിംഗിലോട്ട് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ UX റൈറ്ററിലോട്ടൊക്കെ പോകാവുന്നതാണ്. നല്ല ക്ലിയർ ആയിട്ടുള്ള എൻഗേജിങ് കണ്ടന്റ് ഒക്കെ എഴുതാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് UX റൈറ്റിംഗ് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വിഷ്വൽ ഇന്ററാക്ഷൻ ഡിസൈനേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ കറന്റ് ഇഷ്ടംപോലെ ആപ്പുകൾ നമ്മളെ മൈക്രോ ആനിമേഷൻസ് ഒക്കെ ഡിസൈൻ. അപ്പൊ നിങ്ങൾക്ക് ആനിമേഷൻ സ്കില്ലിലോടാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അതുപോലെ വിഷ്വൽ ഏറ്റവും കൂടുതൽ കറന്റ് ഇപ്പോഴത്തെ ബിഗ് MNC കമ്പനീസ് കുറെ ആനിമേഷൻസ് ബെസ്റ്റ് ആണ്. നമ്മുടെ ഈ ഊബർ ഇവരൊക്കെ നല്ല ആനിമേഷൻസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ Airbnb ഇവരൊക്കെ അത്യാവശ്യം നല്ല ആനിമേഷൻ കണ്ടന്റ് ആണ്. ഇപ്പൊ ഈവൻ നമ്മുടെ പോസ്റ്റ് പേ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഈവൻ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് MNC കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം ഇത്രയേറെ ഡിസൈനേഴ്സ് ഉണ്ട്, ടൈറ്റ് മാർക്കറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഏത് കമ്പനിയിലാണ് പോകാൻ പറ്റും? നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് കൾച്ചറിൽ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മോൾ കമ്പനീസിലോട്ട്, മീഡിയം കമ്പനീസിലോട്ട് പോകാം. ഏറ്റവും കൂടുതൽ സോഫ്റ്റ്വെയർ ഏജൻസീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പോർട്ട്ഫോളിയോ.ടെക് എന്ന് പറഞ്ഞ പോലെ ഇഷ്ടം പോലെ ഡെവലപ്മെന്റ് ഫേംസ് ഉണ്ട്. അവിടേക്ക് അപ്ലൈ ചെയ്യാം. കാരണം ഇഷ്ടംപോലെ ഡെവലപ്മെന്റ് ഫേംസ് കാര്യങ്ങൾ. സോ ഇതിന് വേണ്ടി തേൻസ്, നമ്മുടെ കേരളത്തിലാണെങ്കിൽ വെബ് ആൻഡ് ക്രാഫ്റ്റ്,
അവിടെ ഇതുപോലത്തെ ഏജൻസീസ് നിങ്ങൾക്ക് പോകും. അവിടെ നിങ്ങൾക്ക് UX ഡിസൈൻ റോള്, UI ഡിസൈൻ റോള്, UX ഡിസൈൻ റോളൊക്കെ അവൈലബിൾ ആണ്. അവിടെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന്റെ പ്രോബ്ലം മനസ്സിലാക്കി നല്ലൊരു വെബ്സൈറ്റ്, ആപ്പ് കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്ന അവ അത്യാവശ്യം സാലറി പാക്കേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടപ്പ് കൾച്ചറിൽ നിന്ന് നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അജൈൽ മെത്തേഡിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നത്. കാരണം ഇപ്പോൾ ഒരു ഫാസ്റ്റ് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ബിഗ് MNCയിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഡെയിലി നമുക്ക് അവിടെ പ്രോഡക്റ്റ് ഷോക്കേസ് ചെയ്യണം. കാരണം ഓൾറെഡി MNCs വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അവർക്ക് ഇപ്പോൾ ഒരു 1 വീക്കോ 1 മന്തോ പ്രോഡക്റ്റ് ഡിലേ ആയാലും പ്രശ്നമില്ല. പക്ഷെ സ്റ്റാർട്ടപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലൈക്ക് ടൈറ്റ് ഷെഡ്യൂൾ ആയിരിക്കും. അപ്പൊ അങ്ങനെ ടൈറ്റ് ഷെഡ്യൂളിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു കമ്പനിയിൽ പോയാലും ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നതാണ്. അപ്പൊ എപ്പോഴും ഒരു സ്റ്റാർട്ടിങ് കരിയർ ഈ ഗൂഗിള്, മൈക്രോസോഫ്റ്റ് ഇതുപോലത്തെ കമ്പനി എയിം ചെയ്യാതെ ഇതുപോലത്തെ ഏജൻസീസിലൊക്കെ മാക്സിമം വർക്ക് ചെയ്ത് എക്സ്പീരിയൻസിന് ശേഷം മാത്രം ഇതുപോലത്തെ MNC കമ്പനീസിലേക്ക് ട്രൈ ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, ഈ ബിഗ് MNC കമ്പനീസ് മിനിമം 2 ഇയേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഹയർ ചെയ്യുള്ളൂ. അപ്പോൾ ഇഷ്ടംപോലെ വേറെ കമ്പനീസ് ഉണ്ട് ഈ ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്ന. സോ അതിലേക്ക് മാക്സിമം അപ്ലൈ ചെയ്യുക. ഈ നിങ്ങൾ IBMലൊക്കെ അപ്ലൈ ചെയ്ത് സങ്കടപ്പെടുന്നതിലും ഭേദം ഇതുപോലത്തെ കമ്പനിയിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് നേടിയതിനു ശേഷം മാത്രം ബിഗ് MNCയിലോട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് റോള് സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒരു yes or no ഇട്ട കമന്റിൽ. വെബ് ബാങ്ക്രാഫ്റ്റ് പിന്നെ ഏതൊക്കെയാന്ന് പറഞ്ഞാൽ നമുക്ക് പൈനാപ്പിൾ സ്റ്റുഡിയോ ഉണ്ട്, ലോലിപ്പോ സ്റ്റുഡിയോ ഉണ്ട്, തേൻസ് ഉണ്ട്. ഇഷ്ടംപോലെ നമുക്ക് ഇതുപോലത്തെ ഡെവലപ്മെന്റ് ഫോംസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഗൂഗിളിൽ ലിങ്ക്ഡിൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ലോലിപ്പോ സ്റ്റുഡിയോ ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ തന്നെ നിങ്ങൾക്ക് സജഷൻസ് വരും. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അത്യാവശ്യം ക്ലിയർ അല്ല. ഓക്കെ, നിങ്ങൾക്ക് ഇനി സാലറി പാക്കേജ് മനസ്സിലാക്കാം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കമ്പനിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ബേസിക് ചിലവർ പറയും 10,000 രൂപയ്ക്ക് വർക്ക് ചെയ്യാൻ റെഡിയാണ്. നിങ്ങൾ ആ ഒരു പൈസയ്ക്ക് പോകാതിരിക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കറണ്ട് മാർക്കറ്റിൽ ഗ്രാഫിക് ഡിസൈനേഴ്സിന്റെ എണ്ണം കൂടിയപ്പോൾ അവർ ഏതൊരു പ്രൈസിലും വർക്ക് ചെയ്യാനായിട്ട് റെഡി ആയി തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പൊ കറന്റ് എക്സ്പീരിയൻസ് ഉള്ള ഗ്രാഫിക് ഡിസൈനേഴ്സിന് പോലും സാലറി ചോദിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ മാർക്കറ്റിനെ ചവിട്ടി താഴ്ത്താതിരിക്കുക. കാരണം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ മിനിമം ഒരു 2 to 3 LPA പാക്കേജ് തന്നെ ചൂസ് ചെയ്യുക. അല്ലാതെ ഒരു 15 രൂപ സാലറിയിലോ അല്ലെങ്കിൽ 10 രൂപ സാലറിയിലോ മാക്സിമം വർക്ക് ചെയ്യാതിരിക്കുക. നിങ്ങൾ മിനിമം ഒരു 3, നമ്മുടെ ഇവിടുത്തെ എല്ലാ സ്റ്റുഡൻസും തന്നെ മിനിമം നമ്മൾ 3 LPA പാക്കേജിന്റെ താഴോട്ട് ഒന്നും തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ സമ്മതിക്കാറില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 LPA താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത കമ്പനിയിലോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ പോലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു സാലറി ഹൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു 10 to 25% ആയിരിക്കും കിട്ടുക. അപ്പൊ നിങ്ങൾക്ക് ഒരു 10% ഹൈക്ക് വന്നാൽ പോലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും മാക്സിമം ഒരു 3 LPA മിനിമം തന്നെ ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ഒരു ഇന്റേൺ ആയിട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്റേണിന്റെ കേസിലാണെങ്കിൽ നമുക്ക് നോർമൽ കറണ്ട് ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25 ആണ് മാക്സിമം. നിങ്ങൾക്ക് ഇന്റേൺ ആയിട്ട് കയറുകയാണെങ്കിൽ മാക്സിമം 25 ഒക്കെ കിട്ടുള്ളൂ. ഒരു 3 months ഇന്റേൺഷിപ്പ്, 6 months ഇന്റേൺഷിപ്പ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൂടാതെ നിങ്ങളൊരു ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് നിങ്ങളൊരു ജൂനിയർ ഡിസൈനർ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് അതിനുള്ള സ്കിൽ സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ജൂനിയർ ഡിസൈനിലേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 to 5 LPA വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാം. അതിനുശേഷം നിങ്ങളൊരു സീനിയർ ഡിസൈൻ ഒരു 3 to 4 years എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് സീനിയർ ഡിസൈനർ ആവും. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു കമ്പനി ഒരു 3 years കഴിഞ്ഞിട്ട് നിങ്ങൾ ജൂനിയർ ഡിസൈനർ ആയിട്ട് 3 years കഴിഞ്ഞിട്ട് വേറെ കമ്പനിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും ജൂനിയർ ഡിസൈനർ ആയിട്ടായിരിക്കില്ല അപ്ലൈ ചെയ്യേണ്ടത്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി 3 years പ്ലസ് എക്സ്പീരിയൻസ് ആയി. അപ്പൊ നിങ്ങൾ നേരെ സീനിയർ റോളിലേക്ക് ആയിരിക്കണം അപ്ലൈ ചെയ്യുന്നത്. അല്ലാതെ ജൂനിയർ റോളിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ അവിടെ നിന്ന് പോലെ. കാരണം വീണ്ടും നിങ്ങൾ ആ കമ്പനിയിൽ 1 കൊല്ലം 2 കൊല്ലം നിൽക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് ഒരു സാലറിയുടെ അപ്പത്തേക്ക് കിട്ടില്ല. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ പ്രൊമോഷൻ വൈസ് ഒന്നെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന കമ്പനിയിൽ തന്നെ പ്രൊമോഷൻ ചോദിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്പനി സ്വിച്ച് ചെയ്യുമ്പോൾ ഞാൻ സീനിയർ ഡിസൈനർ ആയിട്ടാണ് നോക്കുന്നതെന്ന് പറയാം. അതിനുശേഷം നിങ്ങൾക്ക് ഒരു പ്രിൻസിപ്പൽ UX ഡിസൈനർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 21+ LPA കിട്ടും. നിങ്ങൾ ഒരു ഹെഡ് ഓഫ് ഡിസൈനർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 33+ LPA. ഇപ്പം സ്വിഗ്ഗിയുടെ ഹെഡ് ഓഫ് ഡിസൈനിന്റെ സാലറി എന്ന് പറയുന്നത് 1.2 CR ആണ് ആനുവൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ എല്ലാവർക്കും 1.2 CR കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. ആകെ ഒരു 1% ആൾക്കാർക്ക് മാത്രമേ ആ ഒരു പാക്കേജ് കിട്ടുള്ളൂ. പക്ഷെ
നിങ്ങൾക്ക് ഈ ഒരു പാക്കേജ് കിട്ടും. 33+ LPA നിങ്ങൾക്ക് എന്തായാലും ഹെഡ് ഓഫ് ഡിസൈൻ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവർ എനിക്ക് 1 CR കിട്ടി അതുകൊണ്ട് എനിക്കും കിട്ടും എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും നിൽക്കില്ല. മാർക്കറ്റ് റേറ്റ് മനസ്സിലാക്കുക, അതിനുശേഷം നിങ്ങളുടെ സ്കിൽ സെറ്റിനെ ബേസ് ചെയ്തിട്ട് വേണം സാലറി ചോദിക്കുക. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഒരു കമ്പനിയിൽ പോകുമ്പോൾ നമ്മൾ അടുത്ത ഈ കമ്പനിയിൽ നിന്ന് അടുത്ത കമ്പനിയിലേക്ക് പോകുന്ന ടൈമിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു മാക്സിമം സാലറി പാക്കേജ് ഹൈക്ക് എന്ന് പറയുന്ന ഒരു 25% ആണ്. നിങ്ങളുടെ കറണ്ട് സാലറിയിൽ നിന്ന് ഒരു 25% വരെ ചോദിക്കാം. അത് ഒരു നെഗോഷിയേറ്റബിൾ റേറ്റ് ആണ്. നിങ്ങൾക്ക് 25% ഒക്കെ ഈസിലി അവർ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ കറണ്ട് പാക്കേജ് എത്രയാണോ അത് ആ ഒരു റേറ്റ് വെച്ചിട്ട് നിങ്ങൾ ചോദിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് കറന്റ് എന്തൊക്കെ ടൂൾസ് ആണ് UX ഡിസൈനർ പഠിക്കേണ്ട ആവശ്യം, ഇതൊക്കെയാണ് കറന്റ് UX ഡിസൈനേഴ്സ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതെല്ലാം തന്നെ പഠിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഈവൻ അഡോബ് XD ആണെങ്കിൽ പോലും ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഫോട്ടോഷോപ്പ് അറിയണമെന്ന് നിർബന്ധം. ഞാൻ എന്റെ കരിയർ ഫോട്ടോഷോപ്പിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഫിഗ്മ, ഇപ്പൊ ഞാൻ ഫിഗറിൽ കയറിയ ടൈമിൽ ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു 4 to 5 months സത്യം ഞങ്ങൾ ആരും തന്നെ ടീമിലുള്ള ആരും തന്നെ ഒരു ഡിസൈൻ ടൂൾസ് യൂസ് ചെയ്യില്ല. ഞങ്ങൾ ലൈക്ക് ഓരോ ദിവസവും ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. ലൈക്ക് എന്ത് പ്രോഡക്റ്റ് കൊണ്ടുവരും, എന്തായിരിക്കും ആൾക്കാർക്ക് വേണ്ട. അപ്പൊ റിസർച്ചിന് തന്നെ നമ്മൾ ആകെ നോഷൻ എന്ന് പറഞ്ഞ ഒരു ടൂള് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലൈക്ക് ഓരോ കമ്പനിയിൽ പോകുമ്പോൾ ഓരോ നീഡ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ ബിൽഡേഴ്സിന്റെ കൂടെ നമുക്ക് 6 monthsലൂടെ നമുക്ക് UX ഡിസൈൻ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. നമ്മളിവിടെ ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. ആ ലിങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ജോയിൻ ചെയ്യാം. അപ്പൊ നമ്മുടെ കോഴ്സിൽ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത് 6 monthsൽ നമ്മൾ 6 പ്രോജക്ട്സ് ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുക. അതിൽ ലൈവ് പ്രോജക്റ്റും ഉണ്ടാവും. പിന്നെ അതിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള UX കൺസെപ്റ്റ് ഉണ്ട്. നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന UX പാർട്ടിലായിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ UI ഡിസൈൻ ആർക്കും ആണെങ്കിലും പഠിക്കാം. ഒരു 30 days UI ചലഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് UI പഠിക്കാവുന്നത്. പക്ഷെ പല സ്ഥലത്തും UXൽ ഫോക്കസ് ചെയ്യുന്നു. ഞാൻ ഫിഗറിൽ ഒരു UX ഡിസൈനറിനെ ഹയർ ചെയ്യാൻ വേണ്ടി നോക്കിയ ടൈമിൽ നമുക്ക് 900+ ആപ്ലിക്കേഷൻസ് ആണ് വന്നത്. പക്ഷെ ആ 900+ ആപ്ലിക്കേഷൻ വന്നിട്ട് ഞങ്ങൾക്ക് ഒരു നല്ല ഡിസൈനറിനെ ഹയർ ചെയ്യാൻ പറ്റില്ല. കാരണം ആർക്കും UX പാർട്ട് അറിയില്ല. അപ്പൊ ആ UX പാർട്ട് അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോ ബിൽഡേഴ്സ് ഒരു ബ്രാൻഡ് ആക്കണം എന്ന് തീരുമാനിക്കുന്ന പോലും. കാരണം UX പാർട്ട് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളില്ല. ബാക്കിയുള്ള സ്ഥലത്ത് 3 months കോഴ്സ് പഠിക്കുന്നു, നിങ്ങൾക്ക് ഒരു പോർട്ട്ഫോളിയോ ഇല്ല. അപ്പൊ പോർട്ട്ഫോളിയോ ബിൽഡേഴ്സ് എന്ന് തന്നെ ഒരു പേര് ഇടാൻ പോലും റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക. നിങ്ങൾ ഏതൊരു MNCs ആയിക്കോട്ടെ, ഏതൊരു ജോബ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ട്ഫോളിയോ ആൻഡ് സ്കിൽ സെറ്റ് ബിൽഡ് ചെയ്യാന്നുള്ള. അതിനകത്ത് നമ്മൾ ആനിമേഷൻസ് ആയിക്കോട്ടെ, അത് ലോട്ടിഫൈസും ജിറ്ററൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ആനിമേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ 21+ AI ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിന്റെ കൂടെ തന്നെ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നിങ്ങൾക്കുണ്ട്. പിന്നെ ഇതിൽ തന്നെ നമ്മളൊരു നിങ്ങൾക്ക് വേണ്ടി ഒരു ജോബ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന CV നിങ്ങൾക്ക് വേണ്ടി മാത്രം തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ കോഴ്സിലുള്ളവർക്ക് തന്നെ നമ്മൾ ഈ ഡിസ്കോഡിൽ നമുക്ക് കുറച്ച് പ്രീമിയം കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ആ കമ്മ്യൂണിറ്റീസിൽ ആക്സസ് വരുന്നതാണ്. സോ നിങ്ങൾക്ക് ഗെറ്റ് ഹൈഡ് ഡിസൈൻ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ പോർട്ട്ഫോളിയോ ബിൽഡേഴ്സ് കമ്മ്യൂണിറ്റി, ഫിഗറിന്റെ നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പാർട്ണർ ആയിട്ടുള്ള ഫിഗറിന്റെ കമ്മ്യൂണിറ്റിയിലൊക്കെ നിങ്ങൾക്ക് ആക്സസ് വരും. പിന്നെ അതുകൂടാതെ നോഷൻ ജോബ് ട്രാക്കർ ഉണ്ട്. നിങ്ങൾക്ക് ജോബ് ട്രാക്കർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈവൻ എന്റെ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ പോലും എനിക്ക് നോഷന്റെ ജോബ് ട്രാക്കർ വളരെ ആയിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പല ജോബ്സിൽ അപ്ലൈ ചെയ്യും. പല ജോബ്സിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് ജോബിലാണ് അപ്ലൈ ചെയ്തതെന്ന് വിട്ടുപോകും. അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6 monthsലേക്ക് നിങ്ങളെ വീണ്ടും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ഫ്ലാഗ് ചെയ്യും. അപ്പൊ അങ്ങനെ ഫ്ലാഗ് ചെയ്യുമ്പോൾ പ്രോബ്ലം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തു, 6 months ആയിട്ടുണ്ടാവില്ല, വീണ്ടും അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ ഓൾറെഡി റിജക്റ്റഡ് ആയിട്ട് കിടക്കുകയും. അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ സെലക്റ്റഡ് ആവാത്തത്. അപ്പൊ നിങ്ങൾ ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്താൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് 6 months കൃത്യമായതിനു ശേഷം മാത്രമേ വീണ്ടും ആ കമ്പനിയിൽ അപ്ലൈ ചെയ്യാറുള്ളൂ. അങ്ങനെ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. അപ്പൊ നമ്മുടെ പോർട്ട്ഫോളിയോ ബിൽഡേഴ്സിന്റെ കൂടെ നമ്മൾ ഇവിടെ ബിൽഡ് ചെയ്യുന്ന പ്രോജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിഹാൻസിൽ ഉണ്ടാവും, ഡ്രിബിൾ ഉണ്ടാവും, നോഷൻ ഉണ്ടാവും, മീഡിയത്തിലുണ്ടാവും. ഈ 4 പ്ലാറ്റ്ഫോമിലായിരിക്കും നമ്മൾ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാം. അതിൽ എന്തൊക്കെ പോർട്ട്ഫോളിയോസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മേജർ പ്രോജക്റ്റ് ഉണ്ടാവും. അതിനെ 6 മൈനർ പ്രോജക്റ്റ് ആയിട്ട് തിരിച്ചിട്ടായിരിക്കും നമ്മൾ പ്രൊജക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഹ്യൂറിസ്റ്റിക് ഇവാലുവേഷൻ പ്രോജക്റ്റ് ഉണ്ടാവും. പിന്നെ അതിനുശേഷം റീഡിസൈൻ പ്രോജക്റ്റ് ഉണ്ട്. പിന്നെ ഒരു സാസ്. കാരണം നമ്മൾ ഇത്രയും പ്രോജക്ട്സ് എന്തിനാണ് വെച്ചേക്കുന്നതെന്നാൽ നിങ്ങളൊരു കമ്പനിയിലേക്ക് പോകുന്ന ടൈമിൽ നിങ്ങൾ എല്ലാ പ്രോഡക്റ്റും ചെയ്ത് പരിചയം ഉണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ റിജക്റ്റഡ് ആവും. ഇപ്പൊ സാസ് എന്ന് പറഞ്ഞാൽ B2B ആണ്. ബാക്കിയെല്ലാം നമ്മൾ B2C ചെയ്തിട്ട് സാസിൽ B2B. കാരണം മിക്ക കമ്പനീസും
നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൽ നിന്ന് മറ്റൊരു ബിസിനസ്, ഫോർ എക്സാമ്പിൾ സോഹോ പോലത്തെ കമ്പനീസ് ഒന്നും നമുക്ക് ഡയറക്റ്റ് കസ്റ്റമേഴ്സിനൊന്നും കൊടുക്കുന്നില്ല. അവർ മറ്റുള്ള ബിസിനസ്സുകളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനാണ് സാസ് പ്രോജക്റ്റ് ചെയ്യുക. ആ സാസ് പ്രോജക്റ്റ് ഷോക്കേസ് ചെയ്യാനായിട്ട് നിങ്ങളൊരു വെബ്സൈറ്റ് ചെയ്യും. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് യു എക്സിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാനായിട്ട് 30 ദിവസത്തെ ഒരു UX ചലഞ്ച് ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾ UI അടിപൊളി ആവാനായിട്ട് നമ്മൾ 100 days UI ചലഞ്ച് ഉണ്ടാവും. പിന്നെ അതുകൂടാതെ നമുക്കിവിടെ ഫ്ലട്ടർ ഡെവലപ്പേഴ്സ്, വെബ് ഡെവലപ്പേഴ്സ്, ഗെയിം ഡെവലപ്പേഴ്സ് അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. അവരുമായിട്ട് ചേർന്നിട്ട് നിങ്ങളൊരു ഗ്രൂപ്പ് പ്രോജക്റ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ എങ്ങനെ ഒരു ഡെവലപ്പേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഒരു UI ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫൈനൽ പ്രോഡക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അതുകൂടാതെ നമ്മുടെ പ്ലേസ്മെന്റ് രീതി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കമ്പനിയിലേക്ക് പ്ലേസ് ചെയ്യാന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് ഫ്രീലാൻസർ ആവണം. അതിനു വേണ്ടി മാത്രമുള്ള ഒരു ഓറിയന്റഡ് സെഷൻ. നിങ്ങൾക്ക് ഒരു കോഴ്സ് പകുതിയാവുന്ന ടൈമിൽ നിങ്ങളോട് 3 ഓപ്ഷൻ ആയിരിക്കും ചോദിക്കുക. നിങ്ങൾക്ക് ഫ്രീലാൻസർ ആവണോ, അതോ കമ്പനിയിലേക്ക് പ്ലേസ്ഡ് ആവണോ, അതോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ചൂസ് ചെയ്യേണ്ടത് ആ രീതിക്കായിരിക്കും നമ്മൾ ചെയ്യുക. പിന്നെ അതുകൂടാതെ നമ്മുടെ ലൈവ് പ്രോജക്റ്റ്, നമുക്ക് പോർട്ട്ഫോളിയോ ടെക്കിൽ ഇഷ്ടംപോലെ ലൈവ് പ്രോജക്റ്റ് വരുന്നുണ്ട്. അതിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുക. അതുകൂടെ തന്നെ നിങ്ങൾ ഈ കോഴ്സിന്റെ കൂടെ തന്നെ നിങ്ങൾ ഇന്റേൺഷിപ്പ് പോർട്ട്ഫോളിയോ ടെക്കിലെ ഫ്രീ ഇന്റേൺഷിപ്പ് ആണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അതിന്റെ കൂടെ ചേർന്ന്, അപ്പൊ നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് തിയറി ക്ലാസ്സിനേക്കാൾ ഉപരി നിങ്ങൾ ലേൺ ബൈ ഡൂയിങ് മെത്തേഡിലാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ലേണിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെഷൻ അറ്റൻഡ് ചെയ്യുക, അത് റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാവും, ലൈവ് സെഷൻസ് ഉണ്ടാവും. പിന്നെ നമുക്ക് മാസ്റ്റർ ക്ലാസ്സസ് ഉണ്ട്. മാസ്റ്റർ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തേക്കാട്ടും വേറെ സ്ഥലത്തു നിന്നുള്ള ഡിസൈനേഴ്സും ഡെവലപ്പേഴ്സിന്റെ ഒക്കെ ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ് ഒക്കെ അങ്ങനെ അറ്റൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഈ പ്രോജക്റ്റ് അപ്രൂവ് ചെയ്താൽ മാത്രമേ നിങ്ങൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ടോപ്പിക് എടുത്തു പോകാന്നുള്ളതല്ല. നിങ്ങൾ ഓരോ പ്രോജക്റ്റിനും ഓരോ മൈനർ പ്രോജക്റ്റ് ഉണ്ട്. ആ മൈനർ പ്രോജക്റ്റ് തീർത്തതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. അപ്പോൾ പ്ലേസ്മെന്റ് ടൈമിലാകുമ്പോൾ നമ്മൾ റെസ്യൂം നല്ലോണം ബിൽഡ് ചെയ്യും. ഈ ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസേഷൻ നമ്മൾ തുടക്കത്തിലേ തൊട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഒരു 50+ മോക്ക് ഇന്റർവ്യൂസ് ഉണ്ടാവും. അതിനുശേഷം ആ ഒരു 50+ മോക്ക് ഇന്റർവ്യൂ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ സമ്മതിക്കും. കാരണം ഇന്റർവ്യൂവിൽ നിങ്ങൾ ഫെയിൽ ആവുക എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ അവിടെ വന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ നിങ്ങൾ വേണം ആ ഇന്റർവ്യൂവിൽ ഫുള്ളി ഡോമിനന്റ് ആയിട്ട് നിൽക്കണം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടിയാണ് ഒരു 50+ മോക്ക് ഇന്റർവ്യൂ നമ്മൾ അറേഞ്ച് ചെയ്തേക്കാം. അങ്ങനെ നമ്മൾ ADP ലിസ്റ്റുമായിട്ടൊക്കെ കൊളാബ് ചെയ്തും നമ്മൾ മറ്റുള്ള ഡിസൈനേഴ്സായിട്ടൊക്കെ കൊളാബ് ചെയ്തിട്ടാണ് മോക്ക് ഇന്റർവ്യൂ സെറ്റ് ചെയ്യുന്നത്. അതിന് ശേഷമായിരിക്കും നമ്മൾ പ്ലേസ്മെന്റ് ഡ്രൈവിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇന്ന് വെബിനാർ അറ്റൻഡ് ചെയ്തവർക്ക് നമ്മളൊരു ഓഫർ കൊടുക്കുന്നുണ്ട്. ഒരു 25,000 120 ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഓഫ്ലൈൻ കോഴ്സിലോ ഓൺലൈൻ കോഴ്സിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഈ ഒരു ഓഫർ അവൈൽ ചെയ്യാവുന്നതാണ്. നമ്മൾ ട്യൂസ്ഡേ വരെയാണ് വാലിഡ് ആയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ ഇട്ടേക്കുന്ന ലിങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. ഇപ്പോൾ ഇട്ടിട്ടുണ്ടാവും. ഓക്കെ, ഈ ഫോമിൽ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഈ ഒരു ഫോമിൽ ഫില്ല് ചെയ്യാം. അതിനുശേഷം നമുക്ക് Q&A സെഷൻ എടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് തരാം. 2 മിനിറ്റ്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഈ ഫോം ഫില്ല് ചെയ്യുക. നമ്മുടെ ടീം നാളെ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഫോം ഫില്ല് ചെയ്യാം. എന്നിട്ട് നമുക്ക് Q&Aയിലോട്ട് പോകാം. ഓക്കെ, ഫോം ഫില്ല് ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പം ടൈം പോവില്ല. അപ്പോൾ ഫോം ഫില്ല് ചെയ്യേണ്ടവർക്ക് ഫോം ഫില്ല് ചെയ്യാം. ഞാൻ എൻ്റെ ലിങ്ക്ഡിൻ ID ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് കണക്ട് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ലിങ്ക്ഡിനിൽ കണക്ട് ചെയ്യണമെങ്കിൽ ലിങ്ക്ഡിനിൽ കണക്ട് ചെയ്യാം. ഷുവർ ഫീസിന്റെ കാര്യം ഒന്നുകൂടെ പറയാം.
നമ്മുടെ വെബിനാറിന് ഈ വെബിനാറിൽ അറ്റൻഡ് ചെയ്യുന്നത് നമ്മുടെ കോഴ്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഓഫ്ലൈനിൽ 65,000, ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് മോഡലാണ്. നമ്മൾ വീക്കിലി വൺസ് നിങ്ങൾക്ക് നമ്മുടെ ഓഫീസിൽ വന്ന് പഠിക്കാനായിട്ടുള്ള ഒരു മോഡലാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഈ ഒരു പ്രൈസിൽ നിന്ന് 25,120 rupees ഡിസ്കൗണ്ട് ഉണ്ട്. സോ ഇതാണ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് EMI മോഡലിൽ അടയ്ക്കാം. നമുക്ക് 3 months 4 months EMIs അവൈലബിൾ ആണ്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഫോം ഫിൽ ചെയ്യാം. അപ്പോൾ Q&Aയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. UX-നെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിലോ അല്ലെങ്കിൽ സാലറിയോ അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി UX ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ അഡ്വാൻസ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ UI സ്കിൽ ഇംപ്രൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, UX സ്കിൽ എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് എൻ്റെ LinkedIn ID ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യണമെങ്കിൽ കണക്ട് ചെയ്യാം LinkedIn. ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്? ബേസിക് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ മാക്സിമം നല്ലതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ JD-യിൽ നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ ഓരോ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ JD-യിൽ അവർ മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഒരു ഡിഗ്രി മാക്സിമം എടുക്കാനായിട്ട് ശ്രമിക്കുക. +2കാർ മാക്സിമം ഒരു 6 months ഡിഗ്രിയിലും എടുക്കുക. കാരണം നിങ്ങളിപ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ 6 months ഡിഗ്രി എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഡിഗ്രി പെർസ്യൂ ചെയ്യാമെന്നെങ്കിലും പറയാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾ ആ ഒരു ഇന്റർവ്യൂവിൽ അല്ലെങ്കിൽ നിങ്ങൾ റെസ്യൂം അയക്കുന്ന ടൈമിൽ +2 എന്ന് വെക്കുന്നതിന് വരെ ഡിഗ്രി പെർസ്യൂവിങ് നമുക്ക് വെക്കുകയാണെങ്കിൽ റിജക്റ്റഡ് ആവാനായിട്ട് എനി ഡിഗ്രി വരും. കാരണം ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ ഒരു BCom ഗ്രാജുവേറ്റ് ആണ്. BCom ഗ്രാജുവേറ്റിൽ നിന്നാണ് UX-ലേക്ക് വന്നത്. സോ എനി ഡിഗ്രീസ് ഓക്കെയാണ്. നമ്മുടെ ക്ലാസ് ഒരു ബാച്ച് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ബാച്ച് നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 22-നാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ബാച്ച് ഈ വരുന്ന ബാച്ച് നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ജൂലൈ 22. UX ഡിസൈൻ ദ സ്കോപ്പ് ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഫ്രാൻസ് ബേസ്ഡ് കമ്പനിയിലാണ്. റിവൈവൽ ടെക് എന്ന് പറയുന്ന ഒരു Web3 ബേസ്ഡ് കമ്പനിയിലാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഒബിയസ്ലി ഔട്ട്സൈഡ് ഇന്ത്യ നല്ല സ്കോപ്പ് ഉണ്ട്. കാരണം ഇന്ത്യയിൽ നമ്മുടെ ടെക്നോളജി പീക്ക് ലെവലിൽ എത്തിയിട്ടൊന്നുമില്ല. എന്നാൽ പോലും നമുക്ക് UX ഡിസൈനിൽ സ്കോപ്പ് ഉണ്ട്. സോ ഒബിയസ്ലി എന്തായാലും ഔട്ട്സൈഡ് ഇന്ത്യ നല്ല സ്കോപ്പ് ഉണ്ട്. ദുബായ് ബേസ്ഡ് കമ്പനീസ് ഇഷ്ടംപോലെ ഹയർ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് UK ആണെങ്കിലും US-ലാണെങ്കിലും ഒക്കെ US-ലെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് പേ എന്ന് പറയുന്നത് 50 lakhs ആണ്. പക്ഷെ നിങ്ങൾക്ക് PPP വെച്ച് നോക്കുമ്പോൾ, പവർ പാരിറ്റി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 50 lakhs എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു 14-15 ലക്ഷം രൂപയുടെ ഈക്വൽ ആണ്. സോ നിങ്ങൾ അത് വെച്ച് കമ്പയർ ചെയ്ത് നിങ്ങൾ അവിടെ US-ൽ 50 ലക്ഷം രൂപ കിട്ടുന്നുണ്ട് എന്ന് നോക്കാതെ ലൈക്ക് ഇവിടെ അതിന്റെ പവർ പാരിറ്റി എത്ര നോക്കിയിട്ട് മാത്രം ജോലിക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ഇന്ത്യ പോകുമ്പോൾ നിങ്ങൾക്ക് സാലറിയുടെ കൂടെ നിങ്ങൾക്ക് കമ്പനി സ്റ്റേക്ക് കിട്ടും. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ലൂണറി ഗെയിംസിലാണെങ്കിൽ റിവൈവൽ ഡെക്കിലാണെങ്കിൽ എനിക്ക് അവിടുത്തെ കമ്പനി സ്റ്റേക്ക് ഉണ്ടായി. കമ്പനി സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ സർട്ടൈൻ പെർസെന്റേജ് ഈ വെൽ ഫൗണ്ട് പോലത്തെ വെബ്സൈറ്റിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഓപ്പൺ ഡോർസ് ഒക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓപ്പൺ ഡോർസിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം രീതിയിൽ നിങ്ങൾക്ക് വെളിയിലുള്ള കമ്പനീസിലൊക്കെ അപ്ലൈ ചെയ്യും. അപ്പോൾ പിന്നെ റിസർച്ചിന് സ്പെസിഫിക് ടൂൾസ്. റിസർച്ച് ബേസിക്കലി നമുക്ക് ടൂൾസ് കാര്യങ്ങൾ പ്രത്യേകിച്ച് വേണ്ട. പിന്നെ മെയിൻലി നമ്മൾ യൂസബിലിറ്റി ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് മേസ് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ബാക്കി എല്ലാം ഡോക്യുമെന്റേഷൻ ആണ്. നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന കാര്യങ്ങൾ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് റിസർച്ച് ചെയ്യാനായിട്ട് പല റിസർച്ച് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു ബേസിക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ആപ്പ് ഒരാൾക്ക് അയച്ചു കൊടുത്തു. അതിൽ നമുക്ക് ഗൂഗിൾ അനലിറ്റിക്സ് നമുക്കിപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഓൾറെഡി ലൈവ് ആണെന്നുണ്ടെങ്കിൽ അത് ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ആ യൂസ് ചെയ്യുന്ന ആൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഗൂഗിൾ അനലിറ്റിക്സ് യൂസ് ചെയ്യാം. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ലൈക്ക് ഡിഫറെൻറ്റ് പ്രോജക്ട്സിൽ നിന്ന് നമ്മൾ ഡിഫറെൻറ്റ് ടൂൾസ് യൂസ് ചെയ്യേണ്ട വരും, മെത്തേഡ്സ് യൂസ് ചെയ്യേണ്ട വരും.
അപ്പോൾ അത് നിങ്ങൾ കൂപ്പപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പല പ്രോജക്ട്സിൽ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുകൂടാതെ മാക്സിമം സ്റ്റാർട്ടപ്പ് എൻവയോൺമെന്റിൽ സ്റ്റാർട്ട് ചെയ്യാം. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ വലിയ കമ്പനീസിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രോജക്റ്റ് ചെയ്ത് പോകാന്നുള്ളത് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും പഠിക്കാനായിട്ട് പറ്റില്ല. Advantages of taking UX course are brand visual identity design. So നമ്മൾ ഒരു ബ്രാൻഡ് വിഷ്വൽ ഐഡന്റിറ്റി ഡിസൈൻ എന്ന ഒരു UX കോഴ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഡിസൈൻ ആസ്പെക്ട്സ് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾ UI ഫോക്കസ് ഓറിയന്റഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. UX മാത്രം, UI ഓൾറെഡി നിങ്ങൾ ബെറ്റർ ആണ്, അതിന് UX മാത്രം ഫോക്കസ് ലൈക്ക് അത് സെൽഫ് ലേൺഡ് ചെയ്യാന്നേ ഉള്ളൂ. നമുക്ക് ഇഷ്ടം പോലെ ഇപ്പൊ കുക്ക് ബുക്ക് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ നമുക്ക് UXന്റെ മെത്തേഡ്സ് എല്ലാം കിട്ടും. പിന്നെ അതുകൂടാതെ നമുക്ക് ലോസ് ഓഫ് UX എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ കുറെ UX ലോസ് കിട്ടും. അപ്പൊ ആ ബേസിക് കാര്യങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഈസിലി ഒരു 1 month കൊണ്ട് UXും കൂടെ ട്രാൻസ്ലേഷൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. യൂസ്ഫുൾ ടൂൾസ് അതർ ദാൻ ഫിഗ്മ. യൂസ്ഫുൾ ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിഗറിന്റെ പ്ലാറ്റ്ഫോം നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. നല്ലൊരു സ്പേസ് ആണ്, നിങ്ങൾക്ക് UX ഡിസൈനിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഫിഗർ എന്ന് പറയുന്നത്. പിന്നെ ബ്ലപ്പ് യൂസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഈസിലി കൺവേർട്ട് ചെയ്യാം. നമുക്ക് ഡിസൈനിൽ നിന്ന് ഒരു ഫുള്ളി ഫങ്ഷണൽ ആപ്പ് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം. പിന്നെ UCAD നല്ലൊരു ലൈക്ക് നിങ്ങൾക്ക് പെട്ടെന്നൊരു സ്കെച്ച്, ഒരു ഡിസൈൻ വേണം, ക്ലയന്റിന്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് പെട്ടെന്നൊരു വയർ ഫ്രെയിമിൽ നിന്ന് ഡിസൈനിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ UCAD യൂസ് ചെയ്യാം. അങ്ങനെ ഇഷ്ടംപോലെ ടൂൾസ് ഉണ്ട്. UXൽ കോഡിംഗ് വരുന്നുണ്ടോ? UXൽ കോഡിംഗ് വരുന്നില്ല. UXൽ കോഡിംഗ് അറിയാമെങ്കിൽ നല്ലതാണ്. കാരണം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഡെവലപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. അത് തന്നെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഫ്രീലാൻസ് ഡിസൈനർ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫ്രീലാൻസ് വർക്ക് എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡിസൈൻ ചെയ്തിട്ട് അത് ഒരു ക്ലയന്റിന് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാന്നേ ഉള്ളൂ. അപ്പോൾ കോഡിങ് വരുന്നില്ല, നമ്മൾ ബേസിക് കോഡിങ് കവർ ചെയ്യുന്നുണ്ട് HTML CSS ജാവാസ്ക്രിപ്റ്റിന്റെ. UI ഇംപ്രൂവ് ചെയ്യാൻ ഒരു 30 days ചലഞ്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് പ്രാക്ടീസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് അത് നല്ലൊരു ചോദ്യമാണ്. നമ്മൾ പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് ചെയ്ത് ഡെവലപ്പ് ചെയ്യാന്നേ ഉള്ളൂ. കാരണം എന്താ, നമ്മൾ ഇച്ചിരി കൂടെ എഫേർട്ട്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാന്നുള്ളൂ. അപ്പോ നമ്മൾ ചുറ്റുമുള്ള പ്രോബ്ലംസ് ഒന്ന് വാച്ച് ചെയ്യാം. നമ്മൾ ആസ് എ നല്ലൊരു ഡിസൈനേഴ്സിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മളെ സറൗണ്ടിങ്സ് വാച്ച് ചെയ്യണം. അപ്പൊ സറൗണ്ടിങ്സിലുള്ള പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്ത് അതിന് എന്ത് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും എന്നൊക്കെ ആലോചിച്ച് അതിന്റെ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു UXൽ ആണെങ്കിലും പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ഈസിലി ഇംപ്രൂവ് ചെയ്യാൻ. അതിന് 30 days ഒന്നും വേണ്ട. നിങ്ങൾ ജസ്റ്റ് ഇന്ന് തന്നെ ജസ്റ്റ് ഇപ്പൊ തന്നെ നിങ്ങൾ ചുറ്റും ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിന് ആ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്ന അതിന് എന്തായാലും ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും. അത് എപ്പോഴും നിങ്ങളൊരു ക്ലയന്റ് വർക്ക് കിട്ടുന്ന ടൈമിൽ എപ്പോഴും ഒരു ക്ലയന്റിനോട് പറയാം ഞാൻ ആപ്പ് ഉണ്ടാക്കിയേക്കാം, വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് നിങ്ങൾ പറയണ്ട. ചില സമയത്ത് നമുക്കൊരു ഒരു ബോട്ട് ഉണ്ടാക്കി വാട്സപ്പിലേക്ക് ഒരു ഇന്റർഗ്രേറ്റ് ചെയ്ത ഒരു ബോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലയന്റിന്റെ പരിപാടി ഈസി ആവും. അപ്പൊ എപ്പോഴും ഒരു ആപ്പ് വെബ്സൈറ്റ് എന്നുള്ള രീതിക്കല്ല ഒരു UX ഡിസൈനർ തിങ്ക് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു ക്ലയന്റിന്റെ നീഡ് എന്താണ്, അവരുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ സോൾവ് ചെയ്യുന്ന രീതിയിൽ ഏറ്റവും സിമ്പിളസ്റ്റ് ആൻഡ് അഫോർഡബിൾ രീതിയിൽ തന്നെ ക്ലയന്റ്, കാരണം ക്ലയന്റിനെ കൊല്ലുക എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് നോക്കാതിരിക്കുക. ക്ലയന്റിന് ഹാപ്പി ആയിട്ട് അവരുടെ അഫോർഡബിലിറ്റിയും കൂടെ നോക്കി അവർ നാളെ നമ്മുടെ ക്ലയന്റ് ആവേണ്ടതാണ്. അപ്പൊ ആ രീതിയിൽ ഒരു പ്രോഡക്റ്റ് വേണം എപ്പോഴും കൊടുക്കാനായിട്ട്. ഇപ്പോ റിവൈവൽ ക്രിപ്റ്റോയിൽ എനി പ്രോജക്ട് എക്സ്പീരിയൻസ്. റിവൈവൽ ഡെഫിയിൽ ഞാൻ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് പറഞ്ഞാൽ, ഞാൻ അവരുടെ ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയിൽ ആക്റ്റീവ് ആയിരുന്നു. എനിക്ക് കിട്ടിയ ഫ്രീലാൻസിങ് വർക്ക് എല്ലാം ഡിസ്കോഡിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇഷ്ടംപോലെ നിങ്ങൾക്കും ലൈക്ക് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ കമ്മ്യൂണിറ്റീസ് അവൈലബിൾ ആകുന്നതാണ്. അപ്പോൾ ഈ റിവൈവലിൽ ഞാൻ മെമ്പറായിരുന്നു. അങ്ങനെ അവരൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാനായിട്ട് നിൽക്കുന്ന ടൈമിൽ ഞാനൊരു അവർക്ക് റെഫറൻസ് ആയിട്ട് ഇതിങ്ങനെ ഡിസൈൻ ചെയ്താൽ നന്നാവും എന്ന് പറഞ്ഞൊരു ചുമ്മാ ഒരു ജോലി കിട്ടുമെന്നൊന്നും പ്രതീക്ഷയിൽ അയച്ചല്ല. ലൈക്ക് ഞാൻ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്നാ ലൈക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് വെച്ചാൽ ഒരു ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്തിട്ടാണ് അയച്ചു കൊടുത്തത്. നെക്സ്റ്റ് ഡേ എനിക്കൊരു ഓഫർ വന്നു ലൈക്ക് വർക്ക് ചെയ്യാവുന്നത്. അങ്ങനെയാണ് റിവൈവൽ ഡെഫിൽ കിട്ടുന്നത്. പിന്നെ
വെദർ പാക്കേജ് ഡിഫർ ഫ്രം ദ ഡിഗ്രി. പാക്കേജസ് ഒരിക്കലും ഡിഗ്രീനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവില്ല. നിങ്ങളുടെ സ്കിൽ സെറ്റിനെ ബേസ് ചെയ്ത്, നിങ്ങളുടെ പോർട്ട്ഫോളിയോനെ ബേസ് ചെയ്ത്, നിങ്ങളുടെ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിരിക്കും നിങ്ങളുടെ പാക്കേജസ് ഇരിക്കുക. അപ്പോൾ നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന ടൈമിൽ നിങ്ങൾക്ക് 4 LPA തരുന്ന ആ ഒരു ഇന്റർവ്യൂ ആണെങ്കിൽ പോലും നിങ്ങളുടെ സ്കിൽസ് അടിപൊളിയാണ്, നിങ്ങളുടെ പോർട്ട്ഫോളിയോ അടിപൊളിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാം. 4 LPA എന്നുള്ള ആ ഒരു സാലറി തരാൻ പോകുന്ന ആ ജോബിൽ പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ ചോദിക്കാനായിട്ട് പറ്റും. അപ്പോൾ അവർക്ക് ഓക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഈസിലി ക്രാക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സ്കിൽസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പാക്കേജ് എപ്പോഴും ചോദിക്കാനായിട്ട് ശ്രമിക്കുക. സോ അതിപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ ഫ്രീ ആയിട്ടുള്ളത് കുറേ റിസോഴ്സസ് ഇട്ടുതരാം. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഞാൻ തരാം. അതിനകത്ത് ഞാൻ റിസോഴ്സസ് എന്ന് പറഞ്ഞൊരു ചാനൽ ഇട്ടിട്ടുണ്ട്. ആ റിസോഴ്സിനകത്ത് ഇഷ്ടംപോലെ ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആൻഡ് റിസോഴ്സസ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആക്സസ് തരാം. ഒരു 1.5 years ആയിട്ടുള്ള റിസോഴ്സസ് അതിൽ അവൈലബിൾ ആണ്. സോ വളരെ ഹെൽപ്ഫുൾ ആവും. അത് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യും. എനിക്കൊന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ എൻ്റെ നമ്പർ ഇവിടെ ഇട്ടേക്കാം. ഈ നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. UX ഫ്രഷറിന് എത്ര സാലറി ഉണ്ടാവും? UX ഫ്രഷർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്റേൺ റോളിലേക്കാണോ അതോ ജൂനിയർ റോളിലേക്കാണോ പോകുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഇന്റേൺ റോളിലേക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ പറഞ്ഞോളാം, മാക്സിമം ഒരു 25. അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ട. ഇപ്പൊ തേൻസ് പോലത്തെ കമ്പനി, ലോലിപോപ്പ് സ്റ്റുഡിയോ ഇതുപോലത്തെ കമ്പനികൾ പോലും മാക്സിമം കൊടുക്കുന്നത് 25 ആണ്. പക്ഷെ നിങ്ങൾ ഇന്റേൺഷിപ്പ് 6 months 3 months തീരും. എന്നാൽ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് ജൂനിയർ പോസ്റ്റിലേക്ക് പോകുമ്പോൾ 3 to 5 LPA നിങ്ങൾക്ക് മിനിമം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മുടെ സ്റ്റുഡൻസിൽ 12 LPA വരെ ക്രാക്ക് ചെയ്ത ആൾക്കാരുണ്ട്. സോ നിങ്ങളുടെ സ്കിൽ സെറ്റിനെ ബേസ് ചെയ്താണ് പ്യൂർലി ഇരിക്കുക. നിങ്ങൾ എത്രമാത്രം നല്ലൊരു ഡിസൈനർ ആവുന്നോ അത്ര ഒരു 12 LPA മാക്സിമം നിങ്ങൾക്ക് 12 LPA ആസ് എ ഫ്രഷർ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നവരുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ സ്കിൽ സെറ്റ് ഇംപ്രൂവ് ചെയ്യുക. ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് നന്നായി അറിയേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത്. ഇന്റർവ്യൂവിന് പോകുന്ന ടൈമിൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയണമെന്നുള്ളത് വലിയൊരു കാര്യമല്ല. നിങ്ങൾ നല്ലൊരു സ്റ്റോറി ടെല്ലർ ആവുക. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ കോൺഫിഡൻസ് ആയിട്ടിരിക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജ് അത്ര നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല. നിങ്ങളുടെ ADP ലിസ്റ്റ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഇടാം. ADP ലിസ്റ്റിൽ നിങ്ങൾ ജസ്റ്റ് ഒരു സെഷൻ ബുക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ മെന്റേഴ്സ് അവൈലബിൾ ആണ്. ആ ADP ലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് 30 minutes അവരോട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ UX റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുക. അപ്പം നിങ്ങൾ ഇംഗ്ലീഷിൽ ചോദിക്കുക. മാക്സിമം ഇന്ത്യക്കാരെ ബുക്ക് ചെയ്യാതെ വെളിയിലുള്ളവരെ ബുക്ക് ചെയ്യാം. എൻ്റെ ഇംഗ്ലീഷ് സ്കിൽസ് ഞാൻ ഇംപ്രൂവ് ചെയ്ത് ഞാൻ ടിപ് ടോപ്പ് ആണെന്നും പറയുന്നില്ല, എന്നാൽ പോലും ലൈക്ക് എൻ്റെ കമ്പനീസിലെല്ലാം വർക്ക് ചെയ്യാനുള്ള രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തത് ഈ ADP ലിസ്റ്റ് ആണ്. ഈ ADP ലിസ്റ്റിൽ നിങ്ങൾ ജസ്റ്റ് എടുക്കുക. എന്നിട്ട് അതിൽ ഓരോ മെന്റേഴ്സിനും ബുക്ക് ചെയ്യുക. ആൻഡ് അവരോട് 30 minutes ഒരു ഡെയിലി 2 പേരെ വെച്ച് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ സംസാരിക്കും. നിങ്ങളുടെ ഇംഗ്ലീഷ് നോർമലി ഇംപ്രൂവ് ആയിക്കോളും. ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും ചോദ്യങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഏതെങ്കിലും ഇത് ക്വസ്റ്റ്യൻസ് മിസ്സായി പോയിട്ടുണ്ടോ? ഓക്കെ. ഒരു UX ഡിസൈനറിന്റെ റോളിന്റെ മേജർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. UX എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വിസിബിൾ ആണോ ഈ ഒരു വെബ്സൈറ്റ്? ഓക്കെ. ഈ ഒരു വെബ്സൈറ്റ് ഞാൻ വെൽക്കം എന്ന് പറഞ്ഞ വർക്ക് ചെയ്ത ടൈമിൽ ഇവിടെ ഇവർക്കൊരു സർവീസ്, ഇവരുടെ ടൂൾസിൽ വെൽത്തോമീറ്റർ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വർക്ക് ചെയ്ത ടൈമിൽ ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് യൂസേഴ്സിനെ കൊണ്ട് നമ്മൾ ലൈക്ക് ഈ ഒരു ഫോം ഫില്ല് ചെയ്തതിന് ശേഷം ലൈക്ക് അവരുടെ ഒബ്ജക്റ്റീവ് എന്താണ്, അവരുടെ ഫിനാൻഷ്യൽസ് എന്താണ് എന്നുള്ള രീതിയിൽ
നമ്മൾ എടുക്കുക എന്നുള്ളതായിരുന്നു മെയിൻ ഒബ്ജക്റ്റീവ്. അപ്പോൾ അന്ന് കയറിയ ടൈമിൽ ഇതൊരു 15+ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ വെൽത്തോമീറ്ററിൽ കയറി കഴിയുമ്പോൾ അവിടെ ആൾക്കാർ ഒരു 2 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ ഇനി ഒരു 10 എണ്ണം കൂടെ അല്ലെങ്കിൽ ഒരു 12 എണ്ണം കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവർ ഇട്ടിട്ട് പോയത്. അപ്പൊ റിട്ടൻഷൻ റേറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഒരു യൂസറിന്റെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ കയറി കഴിയുമ്പോൾ ഒരു യൂസറിന്റെ മൈൻഡിൽ വരുന്ന ഒരു തോട്ട് എന്ന് പറയുന്നത് 5 ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ, അപ്പൊ അങ്ങനെ ഈ 5 ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് പോവാണ്. പക്ഷെ ഇപ്പോഴും സത്യം പറഞ്ഞാൽ 5 ക്വസ്റ്റ്യൻ അല്ല, 5ൽ കൂടുതലുണ്ട്. പക്ഷെ ഇവിടെ ഒരു ലൈക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ പോലും അവർ 2-3 ക്വസ്റ്റ്യൻസ് നോട്ട് ഡൗൺ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ യൂസറിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ലൈക്ക് 5 ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ യൂസറിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്തത് ഇത്ര ക്വസ്റ്റ്യൻസിനെ നമ്മൾ കട്ട് ഷോർട്ട് ചെയ്ത് അതിനൊരു 5 ക്വസ്റ്റ്യൻസിലോട്ട് ആക്കി എന്നുള്ള ഫീലിംഗ് വരുത്താണ്. അപ്പൊ അവിടെ യൂസറിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാര്യം ചെയ്തു തീർക്കാമല്ലോ എന്ന് പറഞ്ഞ് അവരങ്ങ് ചെയ്തു പോയി അവർ ഫില്ല് ചെയ്യുന്ന ഒരു സെഷനിലേക്കാണ്. ഇപ്പൊ ഇതൊരു ബേസിക് എക്സാമ്പിൾ ആയിരുന്നു. ആ ഒരു എങ്ങനെയാണ് ഒരു UX ഡിസൈനർ മെയിൻലി ഒരു പ്രോഡക്റ്റിനെ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കമ്പനീനെ മെയിൻലി ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയിൽ. അപ്പൊ മേജർ റോൾ എന്ന് പറയുന്ന UX ഡിസൈനറിന്റെ റോൾ എന്ന് പറയുന്നത് യൂസറിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് ഇനിയൊരു മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഫോം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് ഒരു കുറേ ഫോംസ് ഫില്ല് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടുതൽ എടുക്കുന്ന പ്രോസസ്സ് ആയിരുന്നു ഒരു അക്കൗണ്ട് ക്രിയേഷൻ. കറണ്ട് സ്റ്റേജിൽ നമുക്കത് 1 മിനിറ്റ് പോലും എടുക്കില്ല ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഗൂഗിൾ പേ ആണെങ്കിൽ പോലും ബേസിക് എക്സാമ്പിൾ ആണ്. നമുക്ക് ക്യാഷ് കൊണ്ട് നടക്കേണ്ട, ഈസിലി നമുക്ക് പേ ചെയ്യാം. അതൊക്കെ ഒരു വലിയൊരു എക്സാമ്പിൾ ആണ് UX. നമുക്ക് എങ്ങനെ ഒരു യൂസറിന്റെ എക്സ്പീരിയൻസ് ഈസി ആക്കാം എന്നുള്ളതാണ് ഒരു UX ഡിസൈനിന്റെ മേജർ ഒബ്ജക്റ്റീവ്. അത് നമ്മൾ ഡെയിലി ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ADP ലിസ്റ്റ് എന്നുള്ള പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക. ഇംഗ്ലീഷ് പഠിക്കണം എന്ന് പറഞ്ഞത് ലൈക്ക് സിമ്പിളാണ്. ഇത് ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല, നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഡെവലപ്പേഴ്സ് ആൻഡ് ഡിസൈനേഴ്സിന് കിട്ടുന്ന പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ UX പഠിക്കാനായിട്ട് യൂസ് ചെയ്യുക. പിന്നെ അതുകൂടാതെ നിങ്ങളുടെ ഇംഗ്ലീഷ് സ്കില്ലും കൂടെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ADP ലിസ്റ്റ് വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യുന്നതായിക്കോട്ടെ, റെസ്യൂം പ്രിപ്പറേഷൻ ആയിക്കോട്ടെ, ഇതിലൊക്കെ നിങ്ങൾക്ക് ഒരു 30 മിനിറ്റിലേക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഫ്രീലാൻസ് വർക്ക് എടുക്കുമ്പോൾ റെമ്യൂണറേഷൻ എങ്ങനെ പറയാം? ഫ്രീലാൻസ് വർക്ക് എടുക്കുമ്പോൾ ഞാൻ ഇന്നലത്തെ വെബിനാറിൽ പറഞ്ഞത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ ഇന്നലത്തെ വെബിനാർ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. നമുക്ക് 2 രീതിയിലാണ് ഫ്രീലാൻസ് വർക്ക് എടുക്കുമ്പോൾ പ്രൈസ് പറയാം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു പാക്കേജ് സെറ്റ് ചെയ്യാം. ഒരു ബേസിക് പാക്കേജ്, അഡ്വാൻസ് പാക്കേജ്, പ്രോ പാക്കേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ബേസിക് എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കൊരു പാക്കേജ് ഈ ഒരു പാക്കേജ് റേറ്റിൽ ഇന്നതൊക്കെയാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാക്കേജ് സെറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ബേസിക് ഒരു നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു 10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത്ര കാര്യങ്ങളാണ്, 35,000 രൂപയ്ക്ക് ഇത്ര കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ഒരു പ്രോജക്റ്റിൽ നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ ബേസിക് എക്സ്പെൻസ് എത്ര ആണെന്ന് നോക്കിയതിന് ശേഷം നിങ്ങളൊരു പാക്കേജ് സെറ്റ് ചെയ്യുക. പിന്നെ അത് കൂടാതെ ഈ പാക്കേജ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ സെർവർ സൈഡ്, ഡെവലപ്മെന്റ് സൈഡ്, ഡൊമൈൻ സൈഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആണെന്ന് പറയാം. ഇപ്പൊ ഡെവലപ്മെന്റ് സൈഡ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം പാക്കേജ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ. കാരണം നമ്മൾ ഹോൾ ഫങ്ഷണൽ പ്രോഡക്റ്റ് ആയിരിക്കും നമ്മുടെ ക്ലയന്റിന് കൊടുക്കുക. അപ്പൊ എപ്പോഴും ഡെവലപ്മെന്റ് വിത്ത് ഡിസൈൻ ആയിട്ടുള്ള ഒരു പ്രൈസ്, നിങ്ങൾക്ക് തന്നെ ഡെവലപ്മെന്റ് അറിയാമെങ്കിൽ അത്ര എളുപ്പം കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. പക്ഷെ എന്നാൽ പോലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും ഡെവലപ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരായിട്ട് കൊളാബ് ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഈക്വൽ ഷെയർ എന്നുള്ള രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ ഒരു ആ രീതിയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പിന്നെ അതുകൂടാതെ അടുത്തൊരു പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്തൊരു രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലയന്റിനോട് ചോദിക്കാം അവരുടെ ബഡ്ജറ്റ് എത്രയാണ്. അവരുടെ ബഡ്ജറ്റ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അത് ഓക്കെ ആണ്, നിങ്ങൾക്ക് ആ ബഡ്ജറ്റിന് ഓക്കെ ആണ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബഡ്ജറ്റ് ഓക്കെ പറയാം. ഇല്ല നിങ്ങളുടെ ബഡ്ജറ്റ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ പറയാം ലൈക്ക് അവരുടെ 10,000 രൂപയാണ് അവരുടെ ബഡ്ജറ്റിന്റെ ഒരു ഇതെങ്കിൽ നിങ്ങൾ പറയാം എനിക്ക് 10 രൂപയ്ക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ബഡ്ജറ്റിലേക്ക് നിങ്ങൾ ഇത് ചെയ്യണമെങ്കിൽ ഒരു 11 രൂപ അല്ലെങ്കിൽ 12 രൂപ 13 രൂപ ആവും എന്ന് പറയാം. അപ്പൊ അവർക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ ക്ലയന്റ് കൺവേർട്ട് ആവും. ഇല്ലാന്നുണ്ടെങ്കിൽ 10,000 രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ചെയ്തു വിടാം. നിങ്ങൾ വെറുതെ ചെയ്യാൻ പറ്റാത്ത കാര്യം എടുത്ത് വെക്കാതിരിക്കുക. നിങ്ങളുടെ ഒരു പ്രൈസ് സെറ്റ് ചെയ്യുക. പിന്നെ ഒത്തിരി ലോ റേറ്റിലോട്ട് പോകാതിരിക്കുക. അത് നമ്മളെപ്പോഴും പ്രീമിയം രീതിയിൽ പോകാം. പിന്നെ അതിനകത്ത് നമ്മൾ സർവീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ പോകാം. അപ്പോൾ കറന്റ് ജൂനിയർ UX ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്ന ബേസിക് യൂട്യൂബിൽ നിന്ന് പഠിച്ചു എങ്ങനെ സ്കില്ല്
ബേസിക് യു ഐ യു എക്സിൽ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു യു ഐ ചലഞ്ച് ചെയ്യുക. പിന്നെ അത് കൂടാതെ പറഞ്ഞ പോലെ പ്രോബ്ലം സോൾവിങ് സ്കിൽസും കൂടി ഇമ്പ്രൂവ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു കോഴ്സ് എടുക്കണമെങ്കിൽ കോഴ്സ് എടുക്കുക, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ലൈക്ക് നല്ലൊരു സ്റ്റാർട്ടപ്പ് എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുക. സ്റ്റാർട്ടപ്പ് എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അനന്ത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഏത് കമ്പനിയിലാണെന്ന് എനിക്കറിയില്ല. അവിടെ ലൈക്ക് അത്യാവശ്യം നല്ല സ്റ്റുഡിയോസിൽ പോയി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ കുറേ വർക്കുകൾ വരും, പല ടൈപ്പ് വർക്കുകൾ വരും. അപ്പൊ ആ വർക്കിലെല്ലാം എക്സ്പോഷർ കിട്ടുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല അവിടെ സീനിയർ ഡിസൈനേഴ്സ് ഉണ്ടാവും. ആ സീനിയർ ഡിസൈനേഴ്സിന്റെ കുറേ ഫീഡ്ബാക്ക് കിട്ടും. കുറച്ച് വഴക്കൊക്കെ കേട്ടാലും കുഴപ്പമില്ല, നമുക്ക് നല്ല അവരിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റുന്ന. ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോസ് മാക്സിമം ചൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്, പഠിക്കാൻ വേണം എന്ന് ആഗ്രഹമുള്ളവർ. ഓക്കെ, ഡെവലപ്പേഴ്സിന്റെ കൂടെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് ലൈക്ക് ഡിസൈൻ ആസ്പെക്ട് നോക്കേണ്ട കാര്യമില്ല. മാക്സിമം ഒരു സീനിയർ ഡിസൈനർ ഉള്ള സ്ഥലത്ത് മാക്സിമം വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ വോളണ്ടിയർ പ്രോജക്ട്സ് കിട്ടും. ഈ കമ്മ്യൂണിറ്റീസിലൊക്കെ കുറെ വോളണ്ടിയർ പ്രോജക്റ്റ് ഗിഗ് കാര്യങ്ങളൊക്കെ കിട്ടും. അതൊക്കെ മാക്സിമം എടുക്കാൻ നോക്കുക. അപ്പോൾ അതിലൂടെ എക്സ്പോഷർ കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ മീറ്റപ്പ് ഒക്കെ പോകുമ്പോൾ അവരായിട്ട് പരിചയപ്പെട്ട് അവരുടെ ഏതെങ്കിലും പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക. അങ്ങനെയുള്ളതിലൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എന്നെ കൊണ്ട് ചെയ്തു തരാൻ പറ്റുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തു തരാം. അപ്പൊ ജസ്റ്റ് എനിക്കൊന്ന് പോർട്ട്ഫോളിയോ കാര്യങ്ങളൊന്ന് അയച്ചാൽ മതി. ഞാൻ എങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കിയിട്ട് ഞാൻ അത് നോക്കി ചെയ്യും. ഇനി വേറെ ആർക്കും വേറൊരു ഡൗട്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? നമുക്ക് 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഒന്നുകൂടെ ഇടാം. അതിലേക്ക് നിങ്ങൾക്ക് ഞാൻ എൻ്റെ ടാപ്പ് ലിങ്കിന്റെ ലിങ്ക് കൂടി ഇട്ടേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഇന്ന് വന്ന എല്ലാവർക്കും താങ്ക് യു. നമ്മൾ ഇനിയും വരുന്ന ആഴ്ചകളിൽ സെഷൻസ് വെക്കുന്നതാണ്. അപ്പൊ അതിലെല്ലാം അറ്റൻഡ് ചെയ്യുക. കോഴ്സ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ആ ഫോം ഫില്ല് ചെയ്യും. ഞാനിപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. കോഴ്സ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ഏതാണോ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ ബിൽഡേഴ്സിന്റെയും പോർട്ട്ഫോളിയോ എക്സിന്റെയും കൂടെ ചേർന്ന് നിങ്ങൾക്കൊരു കരിയർ ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളെ റീച്ച് ഔട്ട് ചെയ്യാം. ആൻഡ് താങ്ക് യു ഓൾ. ആൻഡ് ഇന്ന് സൺഡേ ആണ്. എല്ലാവരും എന്തെങ്കിലും തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും ഇന്ന് വന്നതെന്നറിയാം. അതിൽ വളരെയധികം നന്ദിയുണ്ട്. പിന്നെ ലൈക്ക് എല്ലാവരും പോകുന്നതിന് മുന്നേ നമുക്കൊരു സ്ക്രീൻഷോട്ട് ജസ്റ്റ് ഒരു എല്ലാവരും ക്യാമറ ഒന്ന് ഓൺ ആക്കിയിട്ട് ഒരു തംസ് അപ്പ് ഇടാവോ? ഒരു സ്ക്രീൻഷോട്ട് എടുക്കാനാണ്. ജസ്റ്റ് ഓസം ലൈക്ക് എല്ലാവരും താങ്ക് യു.